ഭാരതത്തിലെയും ഏഷ്യയിലെയും ക്രൈസ്തവ സഭകളിലെ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ആൻഡോ അക്കര. കണ്ടമാലിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന കലാപത്തിൻ്റെ നേർക്കാഴ്ചകൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോകമറിഞ്ഞത് ശ്രീ ആൻഡോ അക്കരയിലൂടെയാണ്. ഈ അടുത്ത നാളിൽ ഹിറ്റ്ലറെ വിമർശിച്ചതിൻ്റെ പേരിൽ നാസി തടങ്കൽ പാളയത്തിൽ കൊല ചെയ്യപ്പെട്ട വിശുദ്ധ ടൈറ്റസ് ബ്രാൻസ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിൻ്റെ ജേതാവ് കൂടിയാണ് ശ്രീ ആൻഡോ അക്കര. മണിപ്പൂരിൽ കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ആ നാളുകളിൽ തന്നെ മണിപ്പൂർ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ച മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ശ്രീ ആൻഡോ അക്കര. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ സംഘർഷങ്ങളുടെ യാഥാർത്ഥ്യമെന്ത്, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ശ്രീ ആൻഡോ അക്കര പ്രോഗ്രാമിലേക്ക് പ്രത്യേകം അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഒരു കണ്ണീരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ. ഈ മെയ് 3-ാം തീയതി അവിടെ സംഘർഷം ആരംഭിക്കുന്നു. ആ സംഘർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അതൊരു ട്രൈബൽസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന നിലയിലാണ്. പിന്നീട് പള്ളികൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ വരുന്നത്, കുക്കി ഗോത്രത്തിൽപ്പെട്ടവരുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. പിന്നീടാണ് അങ്ങയുടെ ചില റിപ്പോർട്ടുകൾ ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരുടെയും പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ അങ്ങ് നൽകുകയുണ്ടായി. അതിനുശേഷമാണ് ഇതിൽ ഈ ഒരു സംഘർഷത്തിൽ ഒരു സാമുദായിക ഒരു കളർ കൂടിയുണ്ട്. ഒരു ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള സംഘർഷങ്ങളാണ് നടക്കുന്നത് എന്ന രീതിയിൽ കേരളത്തിൽ തന്നെ ചർച്ചകൾ ഉയർന്നു വരാൻ ഇടയായത്. ആ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ലഭിച്ചത്? പ്രത്യേകിച്ച് മെയ്തീസിന്റെ ഇടയിൽ ഈ പള്ളികൾ ഇത്ര സംഘടിതമായി ആക്രമിക്കപ്പെടുന്നു എന്നൊരു വാർത്ത അങ്ങേക്ക് എങ്ങനെ ലഭിച്ചു? അത് ഇപ്പോൾ ഞാൻ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് അവിടെ ചെന്നു. അത് കഴിഞ്ഞ് നാച്ചുറലി അവിടെ കത്തിച്ചാമ്പലായ പള്ളികളും കുക്കീസ് അങ്ങനെ, കാരണം ഇംഫാലിൽ ആക്രമിക്കപ്പെട്ടത് മുഴുവൻ കുക്കികളാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചുർച്ചന്ദ്പൂർ എന്ന് പറഞ്ഞാൽ സൗത്ത് മണിപ്പൂർ, അത് കുക്കികളുടെ കേന്ദ്രമാണ്. അവിടുത്തെ മെയിൻ സിറ്റിയാണ്. മണിപ്പൂരിലെ ഏറ്റവും വലിയ സിറ്റി ഇംഫാൽ, അടുത്ത സിറ്റി ചുർച്ചന്ദ്പൂറാണ്. ചുർച്ചന്ദ്പൂരിലൊക്കെ പോയി ഞാൻ അവിടെ ചെന്നു. അത് വളരെ ഡ്രാമാറ്റിക് ആയിരുന്നു. ഞാൻ പോലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോകുന്നു. കാരണം വളരെ ഭീകര അന്തരീക്ഷമാണ്. ഒരുപാട് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടാളത്തിൻ്റെ ഫ്ലാഗ് മാർച്ചാണ്. കറുത്ത യൂണിഫോം, AK-47 ഒരു കയ്യിലും കൊടിയും പിടിച്ച് പട്ടാളം അങ്ങനെ മാർച്ച് ചെയ്യുന്നു ബ്ലാക്ക് ഫാർന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പിന്നാലെയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പട്ടാളത്തിനെ കാണാനില്ല. അവർ ഡിസപ്പിയർ ചെയ്തു. കാരണം കർഫ്യൂ ലംഘിച്ച് ആയിരങ്ങളാണ് അവിടെ ചുർച്ചന്ദ്പൂർ എന്ന് പറഞ്ഞ ടൗണിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് സൈഡിൽ നിർത്തി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 കുക്കി നേതാക്കന്മാർ ക്രിസ്ത്യൻസാണ്. അവർ മുന്നോട്ട് പോയി. ഞാൻ കൂടെ എന്നോടൊന്നും പറഞ്ഞില്ല എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഞാൻ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നത് അവിടെ കത്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര എന്താ പറയുക, ഒരു ഡ്രാമാറ്റിക് സീനാണ്. ഒരു JCB 4 നില കെട്ടിടം പൊളിച്ചു വീഴ്ത്തണം. നല്ല അത് മെയ്തേയുടെയാണ്. അത് എനിക്ക് അത് കണ്ടപ്പോൾ അറിയാം നമുക്ക് ഇത് ആന്ന്. പക്ഷെ എൻ്റെ പ്രശ്നം തലേദിവസം അവിടെ തോക്ക് കണ്ടെടുത്തു എന്നുള്ളത് പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയാണ് പത്രങ്ങളിലൊക്കെ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണോ ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് വന്നിട്ട് പൊളിക്കുന്നതായിരിക്കാം. എന്തായാലും ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഫോട്ടോ എടുക്കുന്നതിനിടയ്ക്ക് എൻ്റെ തോളിൽ ഒരാൾ പിന്നിൽ നിന്ന് തട്ടിയിട്ട് പറഞ്ഞു, സർ നോ യു കാൻ ടേക്ക്, ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? സർക്കാർ കെട്ടിടം പൊളിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നോ, അത് സർക്കാരല്ല. അപ്പോഴാണ് എൻ്റെ ഗൗരവം. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രശ്നം, ഡിജിറ്റൽ ക്യാമറയല്ലേ. അത് പറഞ്ഞാൽ കുക്കി വെൽ ഡ്രസ്ഡ് സ്മാർട്ട് ഫെല്ലോ, നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് പറയുന്ന. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരുത്തൻ എൻ്റെ പിന്നിൽ നിന്ന് വന്ന് കയ്യിൽ നിന്ന് ക്യാമറ വലിക്കലും എറിയലും എല്ലാം ഒരു 5 സെക്കൻഡിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവനതെടുത്ത് 2 പീസായി. അപ്പോൾ ലെൻസ് വിട്ടുപോയി. ലെൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണല്ലോ, വലിയ ലെൻസ് ഊരിപ്പോയി. ലെൻസും ബോഡിയും ക്യാമറയുടെ ബോഡി എടുത്തിട്ട് ആ 4 നില കെട്ടിടം തകർന്നതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും ഒരാൾ ഇരുമ്പ് പൊടിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എന്ത് പറയാം, ഈ കുക്കി നേതാക്കൾക്ക് മനസ്സിലായി ഇത് അവർ എന്നെ തടഞ്ഞു. പിന്നെ അപ്പോൾ കൂളായി. പിന്നെ നമ്മളെ എസ്കോട്ട് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് വന്ന് കുക്കി ഓഫീസിലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ അത് 2ാമത്തെ ദിവസം. പിന്നെ നമ്മൾ അവിടെ വീണ്ടും അവിടെ കാഞ്ചിപ്പൂർ എന്ന് പറഞ്ഞ് തകർത്ത പട്ടികയിലൊക്കെ പോയി. അപ്പോൾ ക്യാമറ പോയെങ്കിലും നമ്മുടെ നല്ല മൊബൈൽ ഉള്ളതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ അങ്ങനെ ഈ കങ്കോപ്പി എന്ന് പറയുന്ന നോർത്തേൺ, അപ്പോൾ ഇംഫാലിൻ്റെ വടക്ക് ഭാഗത്ത്, അവിടെ ഇംഫാൽ താഴ്വര കഴിഞ്ഞാൽ പിന്നെ കങ്കോപ്പി എന്ന് പറയുന്നത് കുക്കി ഡിസ്ട്രിക്റ്റാണ്.
അപ്പോൾ അതിൻ്റെ എൻട്രി പോയിന്റ് അവിടെ ചെന്നപ്പോൾ അതിലും ഡ്രാമാറ്റിക് സീനാണ്. എന്താണെന്നറിയോ, മണിപ്പൂരിൻ്റെ അരാജകത്തെ കാണിക്കുന്നത്. ഇന്ത്യൻ പട്ടാളം എൻട്രി പോയിന്റിൽ എല്ലാവരും ചെക്ക് ചെയ്യുന്നു, വണ്ടി ചെക്ക് ചെയ്യുന്നു, നമ്മുടെ പേപ്പറുകൾ ഐഡൻറ്റിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 75 മീറ്റർ കഴിയുമ്പോൾ അപ്പുറത്തെ കുക്കി സ്ത്രീകൾ, കുക്കി വിമൺ ഒരു 100 പേര് ഇരിക്കുന്നു, അവർ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ഏത് ആർമി പട്ടാളം, നമ്മുടെ പട്ടാളം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 75 മീറ്റർ അപ്പുറത്ത് കുക്കികൾ ചെക്ക് ചെയ്യുന്ന ഒരു അരാജകത്വം. അതിന് അരാജകത്വം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആർമി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവിടെ ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ടത്? അപ്പോൾ അവർ കൊണ്ട് എന്തുകൊണ്ട് നിൽക്കുന്നു? അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് മണിപ്പൂർ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പല മീറ്റിങ്ങുകളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തപ്പോൾ മെയ്തേയ്സിൻ്റെ ചില ലീഡേഴ്സ് ഒരു മീറ്റിങ്ങിൽ കണ്ടു. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വളരെ സെൻസിറ്റീവ് പ്രോഗ്രാം ആയിരുന്നത്. അപ്പോൾ അതിൽ കണ്ടവരോട് ഞാൻ പറഞ്ഞു, കാനേക്കം നിങ്ങളുടെ സ്ഥലത്തേക്ക് എനിക്ക് വരാൻ പറ്റും? നിങ്ങൾ കണ്ട പറഞ്ഞില്ല, ഞങ്ങൾ തന്നെ ഒളിച്ചാണ് ജീവിക്കുന്നത്, ഞങ്ങൾ തന്നെ മെയ്തേയ് ക്രിസ്ത്യൻ ലീഡേഴ്സ് ഒളിച്ചാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ അവിടേക്ക് വന്നാൽ ഞങ്ങൾക്ക് അപകടം, നിങ്ങൾക്കും അപകടം. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവർ എൻ്റെ അടുത്തേക്ക് പിറ്റേ ദിവസം വന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഭീകരത മനസ്സിലാവണം. അവർ പറയാണ്, ഞങ്ങളുടെ 247, അപ്പോൾ അതുവരെ 50-60 പള്ളി എന്നുള്ളൊരു ഫിഗറാണ് നടന്നിരുന്നത്. 247 പള്ളികൾ 2 രാത്രിയിൽ മെയ് 3-നും മെയ് 4-നും തകർത്തു. ചിലത് പൂർണ്ണമായിട്ട് തകർത്തു, പിന്നെ ചിലത് ഭാഗികമായി തകർത്തു. ഇനി അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് കേട്ട രസമാണ് ഇത്. അപ്പോഴാണ് എനിക്ക് ഈ കണ്ടമാലായിട്ടുള്ളതിൻ്റെ പാരലൽ നമ്മൾ ഇതിന് അങ്ങനെ ഒരു വാർത്ത വരാൻ കാരണം ഇതിൻ്റെ പിന്നിലൊരു കോൺസ്പിറസി ഉണ്ട്. കാരണം ഒരിക്കലും പട്ടാളത്തിന് പോലും ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ എല്ലാ പള്ളികളും, അപ്പോൾ എല്ലാ പള്ളിയല്ല, നാഗാ പള്ളികളും അവിടെ ഉണ്ട്, ഒരു എണ്ണം തൊട്ടിട്ടില്ല. ഈ ക്രൈസ്തവ ഉന്മൂലനം പലപ്പോഴും ഈ അടുത്ത ചർച്ച ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ് മണിപ്പൂരിലെ ക്രൈസ്തവർക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് നടക്കുന്ന എന്നൊരു ഇപ്പം ഈ മെയ്തേയ് വിഭാഗത്തിലെ 2 മിലിറ്റന്റ് ഗ്രൂപ്പാണ് അരംബൈ തങ്ങളും മെയ്തേയ് ലിപൂൺ എന്ന് പറഞ്ഞ 2 സംഘടനകൾ. അതിനകത്ത് അരംബൈ തങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. പക്ഷെ അവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യം ഈ മെയ്തേയ് വിഭാഗത്തിന്റെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അത് കീപ്പ് ചെയ്യുക, അത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ലേ. സനാമഹിസം അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സംഘപരിവാർ അജണ്ട നമുക്ക് എങ്ങനെ ആരോപിക്കാൻ കഴിയും? അല്ല, സംഘപരിവാറല്ല അവിടുത്തെ ഇഷ്യൂ. കാരണം ഈ ആറാംബായ് തെങ്കോൾ എന്ന് പറയുന്നത് ഹിന്ദുയിസമായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സനമാഹിസം എന്ന് ടെക്നിക്കലി പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ എന്താ പറയുക, വിക്കിപീഡിയയിലൊക്കെ പോയി നെറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ സനമാഹിസം ഹിന്ദുയിസം എന്ന് പറയുന്നില്ല. പക്ഷേ ഹിന്ദു ഗ്രൂപ്പുകൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ, അപ്പം നമ്മുടെ പ്രോബ്ലംസൊക്കെ തുടങ്ങുകയാണ്. രാജ്യത്തിലുള്ള എല്ലാ പ്രോബ്ലങ്ങളും അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ പറയുന്നു മെജോറിറ്റി മെയ്തേയ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മെജോറിറ്റി എന്നാണ്. ആ ഹിന്ദു എന്നുള്ള വാക്ക് എവിടെ നിന്ന് വരുന്നതെന്നത് വലിയൊരു ചോദ്യമാണ്. ഈ ഞാൻ കുറേ പേരെ കണ്ടു, അതിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലിമിറ്റ്. പക്ഷേ ഈവൻ ബാംഗ്ലൂർ വന്നിട്ട് കണ്ടു, ഗുവാഹട്ടിയിൽ കണ്ടു, പലയിടത്തും. അപ്പോൾ മെയ്തേയ് എന്ന് പറയുന്നത് ഹിന്ദു ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഇല്ല. ദർ ഇസ് എ ഗ്രൂപ്പ്. ആറാംബായ് തെങ്കോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേട്രൺ, അവിടുത്തെ ടൈറ്റുള്ള രാജാവ്, ഇപ്പോൾ രാജഭരണമില്ല, ആ രാജാവാണ് ഇതിൻ്റെ പേട്രൺ. അദ്ദേഹം BJP രാജ്യസഭ MP ആണ്. പിന്നെ ഇവർക്കൊക്കെ ഒരു ഫുൾ സപ്പോർട്ടുള്ള ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു മെയ്തേയാണ്. അപ്പോൾ അവിടെ ഒരു ഹിന്ദുത്വ ഒരു കവർ അതിന് വന്നിട്ടുണ്ട്. അല്ല, അത് തന്നെയാണ് ചോദ്യം. അപ്പോൾ അത് ക്രിസ്ത്യൻ അല്ല, ഈ അവർ ഇത്രയും സെലക്റ്റീവായിട്ട് മെയ്തേയ്സിനെ ടാർഗറ്റ് ചെയ്യാൻ കാരണം ഒരു ഇഷ്യൂ, കൂടുതൽ ക്രിസ്ത്യൻസ് മെയ്തേയുടെ ഇടയിൽ കുറെ പേര് ക്രിസ്ത്യാനി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ ആക്രമിക്കപ്പെടുന്നത്. ഈ മെയ്തേയ് ക്രിസ്ത്യൻസിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർ എക്സാമ്പിൾ ചർച്ചസ്, പക്ഷേ അത് മാത്രമല്ല, അവർ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പള്ളി തകർത്ത് കഴിഞ്ഞൊരു പാസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്, എൻ്റെ പള്ളി തകർത്ത് FIR ഫയൽ ചെയ്യണം. അപ്പോൾ പോലീസുകാർ വിളിക്കുന്നത് വേറെ ആരെയല്ല, ആറാംബായ് തെങ്കോളിനെയാണ്. ഇവൻ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അവൻ്റെ ബാക്കിയും കൂടി തകർക്കാൻ പോയിട്ട് അവർ JCB കൊണ്ടുചെന്ന് പാർഷ്യലി ഡാമേജ് പള്ളി ഫുള്ളി തകർക്കുക മാത്രമല്ല, പല പാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അഫിഡാവിറ്റ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഇനിയിവിടെ തിരിച്ചു വരില്ല, ഞാനിവിടെ. അപ്പോൾ ആ റിലീജിയസ് ഫ്രീഡം എവിടെ പോയി? സാധാ ക്രിസ്ത്യൻസിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം താങ്കൾ സൂചിപ്പിച്ചു, അത് പാസ്റ്റേഴ്സാണ്. ഒപ്പം തന്നെ ഈ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ ഈ ക്രിസ്ത്യൻസ്, മെയ്തേയ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഈ സനാമഹിസത്തിലുള്ളവരുടെ സഹോദരന്മാരായിരിക്കും. അവർക്കെതിരെ ഇത്തരത്തിൽ തിരിച്ചു വരരുതെന്നുള്ള രീതിയിലുള്ള
ഞാൻ സനമാഹിയായി ജനിച്ചത് കൊണ്ട് ഞാൻ സനമാഹിയായിരിക്കുന്നില്ല. ഞാൻ എനിക്കറിയാം ഒരു ജെസ്യൂട്ട് അച്ഛൻ നമ്മുടെ ഋഷികേശിൽ പോയിട്ട് സ്വാമിയായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സ്മല്ല് ജാട, ഈ മുടി മുഴുവൻ ജാട വെച്ച് പിടിപ്പിച്ചിട്ട് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഹിസ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് യു ഹാവ് ദ ഫ്രീഡം ടു ചൂസ് ഏത് റിലീജിയൻ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ സനമാഹിസത്തിൽ കുറച്ച് പേർക്ക് തോന്നുന്നു എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ഈ സനമാഹിസത്തിൽ തുടരണമെന്നില്ല, ബട്ട് ഐ വുഡ് ലൈക്ക് ടു ബി എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അവനെ ആക്രമിക്കുന്നത് ഇറ്റ്സ് വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു വശം. ഇനി രണ്ടാമത് ഇപ്പം ഞാൻ അങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരു നഴ്സ് ഗുവാഹട്ടിയിൽ വെച്ച് അവർ അവിടെ നിന്ന് ജീവനും കൊണ്ടുപോയി. എന്താ കാരണം? അവരുടെ ആശുപത്രി തകർത്തു. അപ്പോൾ അവർ പറഞ്ഞ ആശുപത്രിയിൽ 4 ക്രിസ്ത്യൻസേ ഉള്ളൂ സ്റ്റാഫ്, ക്രിസ്ത്യൻ സ്റ്റാഫ്. പക്ഷേ ക്രിസ്ത്യൻ ഓണറാണ്. ക്രിസ്ത്യൻ ഓണറിൻ്റെ ആയതുകൊണ്ട് പ്രോപ്പർട്ടി നശിപ്പിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. യു ഹാവ് യുവർ ഫെയ്ത്ത്, സോ യുവർ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അത് എഫ്ഐആർ വരെയും ചെന്ന പോലീസ് നമ്മളെ ആക്രമിക്കാൻ പറ്റും. അപ്പോൾ അതിൽ സീതല്ല, അവിടെയാണ് ഈ കോൺസ്പിറസി എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ നഴ്സിനെ കണ്ടു. അപ്പോൾ ഈ നഴ്സ് പറയാണ്, ഇവരോട് പറഞ്ഞു, സി ദിസ് ഈസ് ദ കോൺസിക്വൻസ്, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ബൈബിൾ കത്തിക്കണം. അപ്പോൾ അത് സനമാഹിസല്ല. ദാറ്റ് ബൈബിൾ നിങ്ങൾ കത്തിച്ച് ഇവിടെ വന്ന് പൂജ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. യു വിൽ നോട്ട് അലൗ യു എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് ഗോസ് ബിയോണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇസ് എ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ എൻ്റെ പ്രശ്നം ഇതിലൊരു ടെക്നിക്കൽ ഇഷ്യൂ. മെയ്തേയ് കുക്കി കോൺഫ്ലിക്റ്റ് പെട്ടെന്ന് മെയ് 3 രാത്രി തുടങ്ങുമ്പോൾ അതിൻ്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ 247 പള്ളി തകർക്കാനുള്ള പ്രിപ്പറേഷൻ എങ്ങനെ വന്നു എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. അത് രാജ്യത്തിന് മുന്നിൽ വലിയൊരു ചോദ്യമാണ്. ഇനി ഇപ്പം നമ്മുടെ തന്നെ കാത്തലിക് പള്ളികൾ, ഇപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനാണ് പറയുന്നത്. ഈ സുനിലു എന്ന് പറയുന്ന ടൗൺ കുറച്ച് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഇംഫാലിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷേ ഈ ഇംഫാൽ വാലിയിൽ തന്നെയാണ്. അവിടെ അമിത്ഷാ ഉള്ള സമയത്താണ്, ഏത് ജൂൺ 29 ആ ദിവസങ്ങളിലാണ് അമിത്ഷാ അവിടെ ഉണ്ട്. ഞാൻ ഗുവാഹട്ടിയിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കാരണം ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് കിടന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റില്ല. അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ദുരിതമാണ്. അപ്പോൾ ഞാൻ ഈ സുനിലു എന്ന് പറയുന്ന ടൗണിൽ നമ്മുടെ കാത്തലിക് ചർച്ചിൻ്റെ ഓൾഡസ്റ്റ് പള്ളിയാണ് മണിപ്പൂരിലെ. കാരണം അതിനൊക്കെ ലോങ് ഹിസ്റ്ററി ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കാത്തലിക്സിനെ അലോ ചെയ്തിരുന്നില്ല. അപ്പോൾ കാത്തലിക് ചർച്ച് ലേറ്റ് കമറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓൾഡസ്റ്റ് പള്ളി കത്തിച്ചു. ഗവൺമെൻറ് അവർ ഒക്യുപ്പൈ ചെയ്ത് സിസ്റ്റേഴ്സിനെ പുറത്താക്കി, സ്കൂൾ ഒക്യുപ്പൈ ചെയ്ത് പറയാണ് ദിസ് ഈസ് എ ഹിന്ദു സ്റ്റേറ്റ്. ഈ ഹിന്ദു സ്റ്റേറ്റ് അപ്പോൾ സനമാഹിസ് ആണെങ്കിൽ ദിസ് ഇസ് ഹിന്ദു സ്റ്റേറ്റ് എന്ന് ആർക്ക് ആറമ്പായിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ആറാമ്പായി ഒരു ഹിന്ദു സംഘടനയായിട്ട് മാറ്റിക്കഴിഞ്ഞു. അതിനെ പെട്ടണ ഇത് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ സനമാഹിസ് എന്ന് പറയുന്ന റിലീജിയൻ ടെക്നിക്കലി അതിന് ദർ ഇസ് നോ ഇഷ്യൂ. പക്ഷേ അതിനെ ഹിന്ദുത്വയുടെ ഭാഗമായി കോപ്റ്റ് ചെയ്ത് അതിനെ എക്യുപ്പ് ചെയ്ത് അവർ വയലൻ്റ് അവരുടെ രീതി അവരെ കൊടിയും അവരുടെ വസ്ത്രം. ഞാനൊരു പയ്യനെ കണ്ടു, അവൻ്റെ 2 കസിൻസിനെ കൊന്നു. അവർ പറയുന്നു ബ്ലാക്ക് യൂണിഫോം ഇട്ടവരാണ് എൻ്റെ കസിൻസിനെ കൊന്നതെന്ന്. അവർ ഒളിച്ചിരിക്കുകയായിരുന്നു പാവങ്ങൾ. അത് പറഞ്ഞ അപ്പോൾ അത് ഒരു കൾച്ചറൽ ഔട്ട്ഫിറ്റ് അല്ലത്. ഒരു ദർ ഈസ് എൻ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അത് ഇറ്റ് ഹാസ് ഗോൺ ബിയോണ്ട്. അപ്പോൾ അതിനൊരു ഷേഡോ അല്ല, ഒരു ഹിന്ദുത്വ ഐഡൻറ്റിറ്റി വന്നു. അതുകൊണ്ടല്ല അവർ പറയുന്നത് ഏത് ദിസ് ഇസ് എ ഹിന്ദു സ്റ്റേറ്റ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റണേ? ഇപ്പൊ ഹിന്ദു ഐഡന്റിറ്റി ആ ഒരു കാര്യം താങ്കൾ സൂചിപ്പിച്ചു. പക്ഷെ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ BJP സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നോർത്ത് ഈസ്റ്റ് അവർക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം പ്രസ്റ്റീജ് സ്റ്റേറ്റ്സ് ആണ്. ഇപ്പോൾ ഗോവയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ BJP നാഷണൽ ലീഡേഴ്സ് വരുമ്പോൾ അവർ പറയാറുണ്ട് വി ആർ റൂളിംഗ് ഇൻ നോർത്ത് ഈസ്റ്റ്. അവിടെ ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് ഏരിയസ് ആണ്, പ്രത്യേകിച്ച് ഗോവ കേരള പോലുള്ള സംസ്ഥാനങ്ങൾ. ഇപ്പൊ മണിപ്പൂർ കലാപം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ തന്നെ BJP അനുകൂല ഒരു ട്രെൻഡ് സംഭവിച്ചിരുന്നു. നമുക്ക് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ 2024 ലോക്സഭാ ഇലക്ഷൻ വരുന്നു, ഈ വർഷം തന്നെ പല സ്റ്റേറ്റ്സിൽ നിയമസഭ ഇലക്ഷൻ വരുന്നു. അപ്പൊ ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഈ മണിപ്പൂർ ഒരു സംസ്ഥാനത്തിന് വേണ്ടി അവിടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഈ ബാക്കി എല്ലാ സംസ്ഥാനത്തെയും ഒരു അധികാരം ഒരു ബലി കൊടുക്കുക, അത്തരത്തിലൊരു അത് RSSന്റെ മിസ്കാൽക്കുലേഷനാണ്. അവർ വിചാരിച്ചത് ഇങ്ങനെ നമുക്കറിയാം, ഇത് വളരെ കോമൺ ആയിട്ടുള്ള ട്രൂത്താണ്. ഏത് പവർ ഉപയോഗിച്ചിട്ടാണ് നോർത്ത് ഈസ്റ്റ് BJP പിടിച്ചെടുത്തിരിക്കുന്നത് അത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അത് മണി പവർ തന്നെയാണ്. അത് വളരെ 100 ഉദാഹരണങ്ങളുണ്ട്, പലരും എന്നോട് പറഞ്ഞത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ അരുണാചലിൽ പെട്ടെന്ന് കോൺഗ്രസ് ബിക്കംസ് BJP.
അതായത് അവിടെയുള്ള പാർട്ടി പ്രസിഡന്റ് അടക്കം ചീഫ് മിനിസ്റ്റർ പുറത്താക്കി. അതിൽ എത്രയാ 28 പേരിൽ 27 പേരൊക്കെ ഒരു പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് പാർട്ടി മാറുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നാഗാലാൻഡിൽ ഇപ്പോൾ ദർ ഈസ് എ BJP ഗവൺമെൻറ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് പാർട്ടി BJP കാഡർ വന്ന് വളർന്ന ഒരു പ്രസ്ഥാനമല്ല, പെട്ടെന്ന് കുടമാറ്റാണ്. മഴ പെയ്യുമ്പോൾ ആൾക്കാർ കുടയിൽ കയറി നിൽക്കുന്ന പോലെ കുറേ പേര് ഇപ്പോൾ BJP ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ഒരു മാറ്റം സംഭവിക്കുന്നു. 2014 മുമ്പും പിമ്പും അല്ല ഞാൻ അല്ല അതിൽ സംഭവിച്ചിരുന്നപ്പോൾ ഇതാണ് അപ്പോൾ BJPയുടെ ഒരു മിസ്കാൽക്കുലേഷൻ എന്താണ്, പ്രത്യേകിച്ച് മണിപ്പൂരിൽ ഈ കുക്കി ഏരിയയിലെ കുക്കി നേതാക്കന്മാരെ കയ്യിലെടുത്ത് കുക്കി ഏരിയയിൽ നിന്ന് 10 സീറ്റുണ്ട്. മണിപ്പൂർ അസംബ്ലിയിൽ 60 സീറ്റാണ്. 40 സീറ്റ് ഈ മെയ്തേയി ഏരിയ ഇംഫാൽ താഴ്വരയിലാണ്. 10 സീറ്റ് വടക്കൻ മണിപ്പൂരിലെ നാഗ ഏരിയസിലാണ്. അത് മുഴുവൻ നാഗാസിൻ്റെ കൺട്രോളിലാണ് പ്രാക്ടിക്കലി അവർ ഫുൾ. അതുപോലെ കുക്കി ഏരിയയിൽ കോൾ കുക്കീസ് അവർ മുഴുവൻ ക്രിസ്ത്യൻസുമാണ്. അങ്ങനെ ക്രിസ്ത്യൻസ് ആയ കുക്കി ഏരിയയിൽ നിന്ന് BJP 7 സീറ്റ് ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ അലയൻസ് അവിടെ നടന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ കാൽക്കുലേഷൻ കുക്കീസ് ആർ നമ്മുടെ സൈഡിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രേറ്റർ ഈ മെയ്തേയിനെ ഹിന്ദുവൈസ് ചെയ്ത് ദർ ആർ സം ഹിന്ദു എലമെൻറ്റ്സ്. പക്ഷേ മണിപ്പൂരിലെ ആപ്ലിക്കേഷൻ ഫോമിലെ ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധിസ്റ്റ്, ഇസ്ലാം വട്ടവർ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് സനമാഹിസ് എന്നുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അത് ഹിന്ദുവാണ്, ഈ മൈത്തേയ്സ് മുഴുവൻ ഹിന്ദുവാണെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതിനൊരു ഹിന്ദുത്വ കളർ കൊടുത്ത് അവരെ കോഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഫാൽ അല്ലെങ്കിൽ മണിപ്പൂർ എന്നും BJP കോളനി പോലെയാക്കി മാറ്റാം എന്ന് ഒരു പക്ഷേ അവർ കാൽക്കുലേറ്റ് ചെയ്ത് കാണാം. കാരണം അല്ലാതെ വേറെ എക്സ്പ്ലനേഷൻ ഇല്ല. ഇത്രയും റിസ്ക് എടുക്കേണ്ട. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമുള്ളത് ഇതൊന്ന് പള്ളികൾ അറ്റാക്ക് ചെയ്ത് അതിലും വലിയ പ്രശ്നം ഈ അരാജകത്വം. വി ആർ എ സ്റ്റേറ്റ്. ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലോകം മുഴുവൻ ചോദിക്കുന്ന ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ ഗവൺമെൻറ് ഡൂയിങ്? സി പീപ്പിൾ വിൽ ഡു മെനി തിങ്സ്, ദർ വിൽ ബി കോൺഫ്ലിക്റ്റ്, ബട്ട് യു ഹാവ് ടു പുട്ട് എൻ എഫേർട്ട്. ഇന്ത്യയിൽ എന്നും എവിടെ പ്രശ്നം ഉണ്ടായാലും പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ 3-ാം ദിവസം എല്ലാം ശാന്തമാണ്. ഇപ്പോൾ ഗോദര കഴിഞ്ഞിട്ട് പട്ടാളത്തെ വിട്ടു, അതോടുകൂടി നോർത്ത് ഈസ്റ്റിൽ ഈ പട്ടാളത്തിനൊരു ലിമിറ്റേഷൻ ഇല്ല. അവിടെ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ കുക്കി ഏരിയയിൽ അവിടെ നിന്ന് മെയ്തേയ്സിനെ കടത്തിക്കൊണ്ടുപോകാനായിട്ട് പട്ടാളം ചെന്നു. കുക്കികൾ തടഞ്ഞു, അവരുടെ സ്പിരിറ്റ് അനുസരിച്ച് തടഞ്ഞു. പട്ടാളം ഫയർ ചെയ്തു, 4 പേര് മരിച്ചു, 10-12 പേര് ഹോസ്പിറ്റലായി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. മെയ്തേയികളെ മുഴുവൻ സുരക്ഷിതരായിട്ട് പുറത്ത് കടത്തി. ഒരു എക്സ്പ്രസ്സാണ്. അതുപോലെ കുക്കികളെയും അങ്ങോട്ട് കടത്തി തിരിച്ച് റിവേഴ്സ്. ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവം പറയുന്നത്. ഇനി പക്ഷേ ഇതുവരെ ഇത്രയും ദിവസം ആംബുലൻസിൽ വെടിയേറ്റ കൊച്ചിനെ അമ്മയും ആൻറ്റിയും കൂടി കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് കത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ആ സുനിലുൽ പള്ളി അറ്റാക്ക് ചെയ്യുന്നത് ആസാം റൈഫിൾസിൻ്റെ തോക്ക് തട്ടിയെടുത്തിട്ടാണ്. ഈ പട്ടാളത്തിൻ്റെ തോക്ക് തട്ടിയെടുക്കുമ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാർ കൈയും കെട്ടി നിൽക്കുക. ഇനി ഇംഫാൽ താഴ്വരയിൽ 2000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ കിലോമീറ്റർ മണിപ്പൂരിൻ്റെ ഇത് പറഞ്ഞാൽ അവിടെ 37 ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ ഈ ഇംഫാൽ വാലി മൊത്തം ഈ 22,000 സ്ക്വയർ കിലോമീറ്ററാണ് ഏരിയ. അത് അതിൽ 90% ഹില്ലിയാണ്. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ ഇംഫാൽ വാലി ഈസ് ഓൺലി 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ്, 2000 ചതുരശ്ര കിലോമീറ്റർ. ഈ 2000 ചതുരശ്ര കിലോമീറ്ററിൽ 40,000-ലേറെ പട്ടാളക്കാരുണ്ടായിട്ട് ഈ അരാജകത്വം എന്തുകൊണ്ട് തുടരുന്നു? ഒരു പ്രധാനമന്ത്രി മണിപ്പൂർ നോർത്ത് ഈസ്റ്റിൽ കഴിഞ്ഞ 2014 പ്രധാനമന്ത്രിയായ ശേഷം 60 തവണ വന്നിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ് സന്ദർശിച്ചിട്ടുണ്ട്. ആ റേഷ്യോ വെച്ചെങ്കിലും ഇപ്പോൾ ഒന്ന് പോകേണ്ട സമയം കഴിഞ്ഞു. ആ റേഷ്യോ വെച്ചിട്ട് 9 കൊല്ലത്തിൽ 60 തവണ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 50 മാസം കഴിഞ്ഞ് നമ്മൾ 60ലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രി ഒന്നുകൂടി കൊണ്ട് അത് പോട്ടെ, ഒരു ട്വിറ്റർ പോസ്റ്റെങ്കിലും ഒരു അക്ഷരം വായ തുറക്കാതിരിക്കുക. ഇന്ത്യൻ ആർമി അവിടെ കൈ കെട്ടി. ഇന്ത്യൻ ആർമി ഞാൻ കുറ്റം പറയില്ല, പക്ഷേ ഇന്ത്യൻ ആർമിക്ക് ഇത്രയും നാണക്കേടാണ്. അവരെ നോക്കുകുത്തിയാക്കി മാറ്റി. ആരാ ഇതൊക്കെ ചെയ്യുന്നത്? ഈ ആയുധങ്ങളുടെ കാര്യം പറയുമ്പോൾ മറുസൈഡ് കൂടി നാം ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ കുക്കീസിന്റെ സൈഡിലാണെങ്കിൽ ഈ അത്യാധുനിക ആയുധങ്ങൾ, ചിലപ്പോൾ ഈ പാരാമിലിറ്ററി ഫോഴ്സിന്റെ കയ്യിൽ പോലും ഇല്ലാത്ത സ്നിപ്പേഴ്സ് പോലത്തെ അത്യാധുനിക ആയുധങ്ങൾ, അത് പ്രൊപ്പഗാൻഡയാണ്. പാരാമിലിറ്ററി ഫോഴ്സിനേക്കാൾ അത്യാധുനിക ആയുധം ഒരുപാട്. ഇന്ത്യയുടെ പുറത്തുനിന്ന് ഇവർക്ക് ആയുധങ്ങൾ എത്തി എന്നൊരു കാര്യം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കും. ഇതിലൊരു വ്യത്യാസം എന്താ പറയുക, ഒരുപാട് പ്രൊപ്പഗാൻഡയുണ്ട്. ഇതിലൊരു നാഷണലിസ്റ്റ് റിപ്പോർട്ടിംഗ് ഉണ്ട്. നമ്മുടെ നാഷണൽ മീഡിയയിലെ ഒരു നാഷണലിസ്റ്റ് റിപ്പോർട്ടിംഗ്.
അപ്പോൾ നാച്ചുറലി ഇപ്പം എന്നോട് കേരളത്തിൽ നിന്നൊക്കെ ചിലർ വിളിച്ച് ചോദിച്ചു എന്താണ് ഈ കുക്കികൾ മുഴുവൻ ടെററിസ്റ്റാണെന്ന് പറയണേ. അപ്പോൾ കുക്കി കമ്മ്യൂണിറ്റിയെ ടെററിസ്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇമ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരുതരം നാഷണലിസ്റ്റ് റിപ്പോർട്ടിങ് ഈ ഇഷ്യൂലുണ്ട്. ഇനി വേറൊരു ഡയമെൻഷൻ എന്താണ്, ഈ മണിപ്പൂരിലെ യാഥാർത്ഥ്യം പുറത്തു പറയാൻ ചാൻസ് ഇല്ല. കാരണം അവിടെ നോ ഇൻ്റർനെറ്റ്, നോ കമ്മ്യൂണിക്കേഷൻ. ആ സമയത്ത് അവിടെയാണ് ഈ സംഘപരിവാറിൻ്റെയൊക്കെ റോള് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഇപ്പോൾ RSS ഒരു സ്റ്റേറ്റ്മെൻറ്റ്, RSSൻ്റെ മൗത്ത് പീസായ ഓർഗനൈസറിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ദിസ് ഈസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ചർച്ചസ്. ഈ ചർച്ചസും ഇതും തമ്മിൽ എന്താ കണക്ഷൻ? കാരണം ഈ കുക്കി മറ്റേ സ്റ്റുഡൻസ് ട്രൈബൽ യൂണിയൻ ഉണ്ടല്ലോ, അവര് മെയ് 3-ാം തീയതി അവിടെ ഒരു റാലിക്ക് ആഹ്വാനം ചെയ്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചർച്ചസിന്റെ ഒരു സംഘടനയുടെ ഭാഗത്ത്. പക്ഷെ അത് ഈ പറയാൻ എളുപ്പമാണ്, പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്, മണിപ്പൂരിൽ ഓർഗനൈസ്ഡ് ചർച്ച് സ്ട്രക്ചർ ഇല്ല, മോണോലിത്തിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് അപ്പക്സ് ബോഡി ഒന്നുമില്ല. ദർ ഇസ് നത്തിങ്. ഒരു ഈ ഇന്റർ ചർച്ച് കൗൺസിൽ പോലും ഇല്ല. പല ഡിമോൺസ് ഉണ്ട്. ഇല്ല, ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. സി ട്രൈബൽസ്, ഇപ്പം ഞാൻ അവിടുത്തെ ഒരു ടോപ്പ് ക്രിസ്ത്യൻ ലീഡർ എനിക്ക് പേഴ്സണലി അറിയാം. ഈ പ്രസ്ബിറ്റേറിയൻസിൻ്റെ നാഷണൽ ലെവലിൽ മോഡറേറ്റർ ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആൾ പറയാണ് വി ഹാവ് നോ കൺട്രോൾ, ദേ ഡിസൈഡ് ആൻഡ് ദേ ടെൽ us. ഈ ട്രൈബൽ ബോഡീസ് ഡിസൈഡ്, ട്രൈബൽ ബോഡീസ് ആർ അൾട്ടിമേറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ചർച്ചസ് എന്ന് പറയുമ്പോൾ എന്നറിയോ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നൊരു പരിപാടിയാണത്. ഇപ്പോൾ കണ്ടമാലിലെ പിന്നെ ഒരു പാരലൽസ്, കണ്ടമാലിലെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്പോക്സ് പേഴ്സൺ എന്നോട് പറഞ്ഞതാണ്, ക്രിസ്ത്യൻസ് ആർ കില്ലിങ് ഈച്ച് അതർ. അപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ പ്രശ്നം കഴിഞ്ഞില്ലേ? മണിപ്പൂരിൽ ചർച്ചസ് ആർ ഓർഗനൈസിങ് ദ പ്രൊട്ടസ്റ്റ്. ദർ ഇസ് എ പാറ്റേൺ. ഈ RSSന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് കിങ് ലിയറിൽ പറയുന്ന ഒരു സിൻഡ്രോമാണ്. എന്താണ്, ദ ലേഡി ദാറ്റ് പ്രൊട്ടസ്റ്റ് ടു മച്ച്. ഞാൻ കട്ടിട്ടില്ല, ഞാൻ കള്ളനല്ല എന്ന് പറയുന്ന പോലെ മറ്റുള്ള അവനാണ് ചെയ്തതെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഉണ്ടല്ലോ, അത് ദർ ഇസ് എ ലിങ്കേജ്. അപ്പോൾ ഈ നാഷണൽ മീഡിയയിൽ ഇപ്പോൾ ചില ഒരു വെരി ഫേമസ് കോളംനിസ്റ്റാണ് സംഘപരിവാറിൻ്റെ ശേഷാദ്രിചാരി. അദ്ദേഹം ഓർഗനൈസിൻ്റെ എഡിറ്റർ ആയിരുന്നു, രാജ്യസഭ MP ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ സൈഡിൽ പറയണത് എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ ബ്രദർ അമേരിക്കയിൽ പാസ്റ്ററാണ്. അതാരെങ്കിലും കാശ് കൊടുത്തിട്ടാണെന്ന് ആൾ എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഈ ശേഷാദ്രിചാരിയുടെ ബ്രദർ ഇസ് എ പാസ്റ്റർ ഇൻ ദ US. അത് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ശേഷാദ്രിചാരിനെ കോട്ട് ചെയ്തിട്ട് ആ ആർട്ടിക്കിൾ ഒരുപാട് പോയി. എന്താണ് പറയുന്നത്, നോർത്ത് ഈസ്റ്റ് ഹാസ് ബിൻ ലീസ്ഡ് ടു ദ ക്രിസ്ത്യൻസ് ബൈ നെഹ്റു 60 years ago. ഇതാണ് ഈ നാഷണൽ മീഡിയയിൽ വരുന്ന ഈ മണിപ്പൂരിൽ ടോട്ടൽ കയോസ്, ദർ ഇസ് നോ ന്യൂസ് കമ്മിങ്, ഇൻ്റർനെറ്റ് ബ്ലോക്ക്. ആ സമയത്ത് ഒരു ഹിന്ദുത്വ കവറപ്പ്, മനസ്സിലായോ? ഇത് നോർത്ത് ഈസ്റ്റ് ഹാസ് ബീൻ ലീസ്ഡ് ടു ദ ക്രിസ്ത്യൻസ് ബൈ നെഹ്റു 60 years ago എന്ന് പറഞ്ഞ ഹെഡ്ലൈൻസ്, ബിഗ് മീഡിയ. എങ്ങനെയാണ് അതൊക്കെ വരുന്നത്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിൽ ഇങ്ങനെ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ, ഗ്രാഫിൽ പോയിൻറ്റ്സ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ദർ ഈസ് എൻ അജണ്ട. ഇപ്പോൾ ഈ അവിടെ പോയിട്ട് കോൺവെൻറ്റിൽ പോയിട്ട് പറയുകയാണ് ദിസ് ഇസ് എ ഹിന്ദു സ്റ്റേറ്റ്. അപ്പോൾ സനമായിസ് ആണെങ്കിൽ ഹിന്ദു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ദർ ഈസ് റിയൽ കോൺസ്പിറസി. പിന്നെ പ്രധാനമന്ത്രിയുടെ മൗനവും, എന്തുകൊണ്ട് ഈ ലോ ആൻഡ് ഓർഡർ ഫെയിൽ ചെയ്ത്, ഇപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഈ കേന്ദ്ര എന്താ പറയുക വിദേശകാര്യ സഹമന്ത്രി രഞ്ജൻ സിംഗിൻ്റെ വീട് കത്തിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു ദിസ് ഇസ് കംപ്ലീറ്റ് ലോ ആൻഡ് ഓർഡർ ഫെയിലിയർ. കംപ്ലീറ്റ് ലോ ആൻഡ് ഓർഡർ ഫെയിലിയർ ആയിക്കഴിഞ്ഞ ഒരു കേന്ദ്രമന്ത്രിയുടെ വീട് പോലും കത്തിച്ച് കഴിഞ്ഞിട്ട് 21 സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ളതാണ്. ആ സെക്യൂരിറ്റി ഗാർഡ്സിന് ഫയർ ചെയ്തൂടെ? കേന്ദ്രമന്ത്രിയുടെ വീട് കത്തിക്കാൻ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഫയർ ചെയ്യാത്തത്? No, we must see the reality. So there is something, എവിടെയൊക്കെയോ ഒരു കോൺസ്പിറസി. കേന്ദ്രമന്ത്രിയുടെ ഇത് കത്തിക്കുന്നു. ഒപ്പം തന്നെ ഈ BJP MLA-മാര് തന്നെ ഈ മണിപ്പൂരിലെ സംസ്ഥാന സർക്കാരിനെതിരെ BJP കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുന്നുണ്ട്. അല്ലല്ല, അത് അങ്ങനെയല്ല. BJPയുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏത് MLA ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് സംസാരിക്കുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഇപ്പോൾ ഇപ്പോൾ അല്ലല്ല, അതല്ല, അങ്ങനെയല്ല. ഇതിൻ്റെ ജോഗ്രഫി നമ്മൾ അറിയണം. ചില കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇതുണ്ടല്ലോ, വോട്ടേഴ്സ് ആർ ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ദേ ഹാവ് എ ഡിഫറെൻറ്റ് കൺസേൺ. മനസ്സിലായോ? ഇപ്പോൾ ഹാർഡ് കോർ മെയ്തേയ് ഏരിയയിൽ ഒരു MLA അങ്ങനെ പറയുമോ? എന്താണ് പറഞ്ഞത്? അത് നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം നാഷണൽ മീഡിയയിലെ BJP MLA, ഇപ്പോൾ നാഷണൽ ഇന്നലെ ഒരു സ്റ്റോറി വന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ, ഫ്രണ്ടാണ്, എന്ത് പറയുന്നു, ടോപ്പ് BJP MLA ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു 2014 മുഴുവൻ നേടിയ നേട്ടങ്ങളൊക്കെ ഇതോടെ 24 അവസാനിക്കും. കാരണം
ഇതൊരു വലിയ മിസ്അഡ്വഞ്ചറായിട്ട് മാറിയിട്ടുണ്ട്. ബി.ജെ.പിക്ക് ഒരു തലവേദനയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ബി.ജെ.പി ഇപ്പോൾ വെട്ടിലാണ്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദയനീയ അവസ്ഥയുണ്ട്, ഡിലേമ. ഈ ഡിലേമയിൽ എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ ഇപ്പോൾ മെയ്തേയ്സിന് സപ്പോർട്ട് ചെയ്ത്, അപ്പോൾ മെയ്തേയ്സിന് വേണ്ടത് എന്താണ്? കുക്കീസ് ആർ ടെററിസ്റ്റ്, ദേ ആർ ഇല്ലീഗൽ ഇമിഗ്രൻസ്, ദേ ആർ പോപ്പി ട്രേഡേഴ്സ്, ദ ആർമി മസ്റ്റ് ക്രഷ് ദം, അല്ലേ? ഈ മൈഗ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? പ്രത്യേകിച്ച് ഈ മ്യാൻമാർ ബോർഡർ അതൊരു ഫോറസ്റ്റ് ബോർഡറാണ് ശരിക്കും. അപ്പൊ അവിടെ ഈ ഹില്ലി ഏരിയാസിൽ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ട്രൈബൽസിന്റെ പോപ്പുലേഷൻ ഒരു അസ്വാഭാവികമായ രീതിയിൽ കൂടുന്നു എന്നത് മേത്തി വിഭാഗത്തിന്റെ ഭരണകൂടത്തിന്റെ ഒരു ആശങ്ക തന്നെയാണ്. അല്ലല്ല, അതിൽ അസ്വാഭാവികമായിട്ട് കൂടുന്നു എന്ന് പറയുന്നത് പ്രൂഡല്ല. നാച്ചുറലി അല്ല, എനിവെയർ നമ്മൾ എനി ബോർഡർ ദർ ക്രോസ് ബോർഡർ ഇത് മൈഗ്രേഷൻ വരും. കാരണം ദ അതർ സൈഡ് ഈസ് ബെറ്റർ. ഇപ്പോൾ അമേരിക്കയിലെ ടെക്സാസാണ് എന്നും കൊച്ചുങ്ങളും തൗസൻഡ്സ്. അമേരിക്ക വോൾ വെച്ചിട്ട് പെർപ്പച്വൽ ഇതാണ്, ടെൻഷനാണ് ഈ പല രാജ്യങ്ങളിലും. നമുക്ക് ഇപ്പോൾ ബംഗ്ലാദേശ് ബോർഡർ അല്ല, ദർ ഇസ് എൻ ഇഷ്യൂ. പിന്നെ വേറൊരു ഡയമെൻഷൻ ഉള്ളത്, ഇത് ഒരേ ട്രൈബ്സാണ്, ഒരേ ട്രൈബ്സ്. അപ്പോൾ ആ കുക്കി എന്ന് പറയുന്ന വാക്ക് 9 ട്രൈബുകൾ കൂടിയതാണ്. ഈ ട്രൈബുകൾക്ക് പറയുന്ന സാക്ഷാൽ പേര് CHIN, ചിൻ ട്രൈബ്സാണ്. ഈ ചിൻ ട്രൈബ്സിന് ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാണ് കുക്കി എന്നുള്ളത്. അപ്പോൾ ഈ കുക്കീസ് മിസോറാമിലുണ്ട്, ഈ ചിൻ ട്രൈബ്സിൻ്റെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് മ്യാൻമാറിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദിസ് ഈസ് അവർ പീപ്പിൾ, ആ ഒരു എലമെന്റ് ഉണ്ട്, ഇല്ലെന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളാണല്ലോ. അല്ല, അതേ ഞാൻ പറഞ്ഞേ, അതിലൊരു ഇഷ്യൂ. അപ്പോൾ അതിങ്ങനെ മാസമായിട്ട് ഓൾ ടുഗദർ വന്നു എന്ന് പറയാൻ പറ്റില്ല. ദർ മൈറ്റ് ബി സം മൈഗ്രേഷൻ, പക്ഷേ ദാറ്റ് ഈസ് നോ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് ചോദിച്ചാൽ ദർ ഈസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. ഇപ്പോഴത്തെ ഇഷ്യൂ നമുക്ക് ദർ ഈസ് എ എത്നിക് പ്രോബ്ലം, ദർ ഈസ് എ കോൺഫ്ലിക്റ്റ്. ഇന്ത്യ ആസ് എ കൺട്രി, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റോപ്പ് ദ ഫയർ, അല്ലേ? സ്റ്റോപ്പ് ദ ഫയർ. ഈ അരാജകത്തെ അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി മസ്റ്റ് എൻഫോഴ്സ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കൾപ്രിറ്റ്സ്, ബുച്ചേഴ്സ്. ഞാൻ കണ്ടമാരിൽ ജഡ്ജിനോട് പറഞ്ഞ ഭാഷയാണ്. ഹൈക്കോർട്ട് ജഡ്ജ് എന്നോട് പറയാണ്, മർഡറേഴ്സ് മേ ബി ഇന്നസെൻസ്. ഹൈക്കോർട്ട് ജഡ്ജ്, റിട്ടയർഡ് ജഡ്ജ്, എൻക്വയറി കമ്മീഷൻ ജഡ്ജ് പറഞ്ഞ ഭാഷയെ ഞാൻ പറയണേ, മർഡറേഴ്സ് മേ ബി ഇന്നസെൻസ്. അപ്പോൾ ഞാൻ ജഡ്ജിനോട് പറഞ്ഞു, സർ ദാറ്റ് ഈസ് ഓക്കെ, സോ വൈ നോട്ട് ലെറ്റ്സ് ഗെറ്റ് ദ ബുച്ചേഴ്സ് ഇൻ. എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു. ഒരു FIR ഫയൽ ചെയ്യുക, ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ദ മെസ്സേജ് യു ആർ ഗിവിങ്? അപ്പോൾ അനാർക്കിക്ക് ഒരു വഴി തെളിയിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇൻഫിനിറ്റായിട്ട് അതിൻ്റെ റൂട്ട്സും പ്രോസും കോൺസും പറഞ്ഞിരിക്കാം. അത് പലതരം, അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇരു സൈഡിൽ നിന്ന് ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇരു സൈഡിൽ നിന്ന് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഹാർഡ്ലി എനി അറസ്റ്റ്. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? പോലീസ് സ്റ്റേഷൻ ലൂട്ട് ചെയ്ത്, പട്ടാളത്തെ ലൂട്ട് ചെയ്തിട്ട് 6000 + 5 ലക്ഷം തരികയെന്നൊക്കെ ആർക്കും എണ്ണമൊന്നുമില്ല കൃത്യം. ഒരു ദിവസം പറയുന്നത് ഇതുവരെ 81% എന്ന് പറയുമ്പോൾ 19% ആയുധങ്ങൾ തിരിച്ചു കിട്ടിയെന്ന്. ഇത് വി റിക്വസ്റ്റ് യു പ്ലീസ് റിട്ടേൺ ദ സ്നാച്ച്ഡ് വെപ്പൺസ്, റിട്ടേൺ ദ സ്നാച്ച്ഡ്. നിങ്ങൾ തട്ടിയെടുത്ത ആയുധങ്ങൾ തിരിച്ച് ദയവായി ഇവിടെ നിക്ഷേപിക്കുക. FIR ഫയൽ ചെയ്യും, നിങ്ങളെ പിടിക്കും എന്നല്ല വാണിംഗ്. ചീഫ് മിനിസ്റ്റർ പോലും പറയുന്നില്ല. വൈ? അപ്പോൾ ഈ ഇങ്ങനത്തെ ആയുധങ്ങൾ ജനങ്ങൾ കയ്യിലും കൊണ്ട് അവിടെയല്ല സ്നാച്ചിങ് ഇത് നടന്നിട്ടുള്ളത്. കുക്കീസിന്റെ കയ്യിൽ ഇവര് ഗവൺമെന്റ് SOP സൈൻ ചെയ്തതിനു ശേഷം ഇവരുടെ ആയുധങ്ങൾ ഇവര് സറണ്ടർ ചെയ്തു. ആ ആയുധപ്പുറയും ഈ കുക്കീസ് അത് കൊള്ളയടിച്ചു, ആയുധങ്ങൾ അവർ എടുത്തു. അതല്ല പറയുന്നത്, ഇവിടുത്തെ ഇഷ്യൂ അതല്ല പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പറയുന്ന ഈ ഇതിന്റെ കോണ്ടെക്സ്റ്റ്, ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ പോലീസിനെ, മറ്റേത് അവർ സ്നാച്ച് ചെയ്യണമെന്ന് പറയുന്നത് ഗവൺമെന്റ് ഷുഡ് ആക്ട്. അപ്പോൾ ഇതിലൊരു ഡയമെൻഷൻ എന്താണ്? ഓർഡിനറി പീപ്പിൾ ദർ ഈസ് നോ ആക്ഷൻ, യു എൻജോയ് അബ്സല്യൂട്ട് ഇമ്പ്യൂണിറ്റി. ആരെ പോയി കൊന്നാലും ഒരു പ്രശ്നവുമില്ല. ഞാനൊരു വീഡിയോ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങളിവിടെ കേരളത്തിലും മാധ്യമത്തിലൊക്കെ വന്നാൽ ഞാൻ എഴുതിയ ഇൻ്റർനാഷണൽ എഴുതിയ റിപ്പോർട്ടുള്ളതാണ്. ഈ ഇംഫാൽ മെയിൻ റോട്ടിൽ 3 പേരെ ഈ പട്ടീനെ തല്ലിക്കൊല്ലുന്ന, പേപ്പട്ടീനെ തല്ലിക്കൊല്ലുന്ന പോലെ ഇരുമ്പ് പൊട്ടി കൊണ്ടും മരം കൊണ്ടൊക്കെ അടിച്ച് തകർത്തിട്ട്, അപ്പോൾ പോലീസ് ഇവരെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിലൊരുത്തൻ ഡേവിഡ് എന്ന് പറഞ്ഞ പയ്യനെ കൊണ്ടുപോയിട്ട് മൊർച്ചറിയിലിട്ടു. കാരണം അവൻ ഇസ് ഡെഡ്. പോലീസ് നോക്കുമ്പോൾ ഇസ് ഡെഡ്. കുറേ കഴിഞ്ഞൊരു നഴ്സ് വന്ന് ഡെഡ് ബോഡീസ് കൗണ്ട് ചെയ്യാൻ വന്നപ്പോൾ അവന് ജീവുണ്ട്. അപ്പോൾ നഴ്സ് അവനെടുത്ത് എന്ത് ചെയ്തു, ഡോക്ടേഴ്സിനെ വിളിച്ചു, ICUവിൽ ചെന്നു. ICUവിൽ ചെല്ലുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് പറയാണ്, ഒരു കുക്കീനെ ഈ മെയ്ത്തി ഏരിയയിൽ നിർത്തിയാൽ അപകടമാണ്, ആശുപത്രിയിൽ പോലും അപകടമാണ്, അവൻ്റെ ജീവന് സുരക്ഷ കിട്ടില്ല. കാരണം അത്രയും പോളറൈസേഷൻ അവിടെ നടന്നു കഴിഞ്ഞു.
ഒരു എന്താ പറയുക, ഒരു ഡിവിഷൻ, ഇമോഷണൽ. അപ്പോൾ ഒരു കുക്കിക്ക് മൈത്തിയേനെ കാണുമ്പോൾ വെറുപ്പ്, മൈത്തിയേക്ക് കുക്കിയെ കാണുമ്പോൾ വെറുപ്പ്. അതുകൊണ്ട് എന്തായി, ഡോക്ടർമാർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഇവനെ ഉടൻ തന്നെ ഓക്സിജൻ ഈ പയ്യനെ ചുർച്ചൻപൂരിലേക്ക് 70 കിലോമീറ്ററുള്ള ഈ വലിയ ദൂരമൊന്നുമില്ല, നമ്മൾ പറഞ്ഞു കൊച്ചു സംസ്ഥാനമാണ്. അപ്പോൾ അവിടേക്ക് വിട്ടു. അങ്ങനെ അവൻ ആശുപത്രിയിലാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. അപ്പം എൻ്റെ ക്യാമറയൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഇവനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കേസുണ്ട്, മോർച്ചറിയിൽ നിന്ന് ഒരുത്തൻ ജീവനോടെ വന്നിട്ടുണ്ടെന്ന്. അപ്പം നാച്ചുറലി നമ്മുടെ ജേർണലിസ്റ്റിക് ഇൻസ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ നേരത്തെ അവനെ സർജറിക്ക് തിയേറ്ററിൽ കൊണ്ടുപോയതാണ്. പിന്നെ ഞാൻ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ കിട്ടാൻ ഒരുപാട് വിഷമിച്ചു. കാരണം എന്താ, അവിടെ ഇൻ്റർനെറ്റില്ല. ആ മനുഷ്യൻ സ്വന്തം മകനെ മിസോറാമിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് എനിക്ക് ഈ ഫോട്ടോ ഇമെയിൽ ചെയ്ത് കിട്ടി. അപ്പം നമ്മൾ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ആലോചിച്ച് നോക്കിയേ. ഈ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഇപ്പൊ മെയ്തേ വിഭാഗത്തെ ഒരു ഹിന്ദുത്വവൽക്കരിക്കുന്ന ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു 2 സംശയങ്ങൾ. ഒന്ന്, ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇപ്പം മെയ്തി വേഴ്സസ് കുക്കി കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രബല വിഭാഗം അവിടെ, ട്രൈബൽസ്, നാഗ വിഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അവരുമായിട്ട് ഈ മെയ്തേ വിഭാഗത്തിന് യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല, ഇപ്പൊ മെയ്തേ വിഭാഗത്തെ ഹിന്ദുത്വവൽക്കരിക്കും. ഇപ്പം മെയ്തേ വിഭാഗത്തിൽ തന്നെ ക്രിസ്ത്യൻസ് ചർച്ചസ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. പക്ഷെ മെയ്തേ വിഭാഗത്തിൽ തന്നെ മറ്റ് മതങ്ങളിൽപ്പെട്ടവരും ഉണ്ടല്ലോ, ഇപ്പം പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ടവര്, അവരിലേക്കൊന്നും ഈ അറ്റാക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അല്ല, അത് പറഞ്ഞ അതാണ് ഇതിന് അജണ്ട എന്ന് പറയുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് അല്ലേ, സർജിക്കൽ പ്രിസിഷനോട് കൂടി മെയ്തേ ക്രിസ്ത്യൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇപ്പോൾ മുസ്ലിംസിനെ ടച്ച് ചെയ്തില്ല. ഇനി ഈ നിങ്ങൾ പറഞ്ഞു നാഗാസിനെ ടച്ച് ചെയ്യുന്നത്, നാഗാലിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഈസ്റ്റ് വിൽ ബി ഓൺ ഫയർ. ഈ നാഗാസ് ഈ കുക്കിയേക്കാളും ഒരു വയലൻ്റ് എന്ന് പറയില്ല, പക്ഷേ ദേ ആർ ഇമ്പൾസീവ് ട്രൈബ്സ്. ദേ വോണ്ട് ഗിവ് ഇറ്റ് അപ്പ്, ദേ ആർ ഹെഡ് ഹണ്ടേഴ്സ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ അപ്പോൾ പ്രശ്നം ഇത് ആകെ പിന്നെ പിടിച്ചാൽ കിട്ടാതാവും. അപ്പോൾ അതിന് പിന്നിലൊക്കെ വളരെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ആണോ ഇവരുടെ മെയിൻ പ്രശ്നം, അതോ കുക്കി ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഈ മെയ്തേയിലുള്ള ക്രിസ്ത്യാനി എന്നുള്ള ഒരു ഇഷ്യൂ ഇല്ല അവിടെ. ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ നാഗ ക്രിസ്ത്യൻസിനെ അവര് അറ്റാക്ക് ചെയ്യുമല്ലോ, അത്രമാത്രം ഒരു അജണ്ട. അത് ഞാൻ പറയാം, അതാണ് ആ ഡിസ്റ്റിങ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്ലാൻഡ് ആയിട്ട് ഈ അവരുടെ മെയ്തേയാണ് സംഘം ക്രിസ്ത്യൻ. ഇപ്പോൾ നമ്മൾ ഹിന്ദുത്വ സ്പെസിഫിറ്റിയിൽ പറഞ്ഞ അവരുടെ കോർ ഏജൻസി, ഇപ്പോൾ ഇവിടെയുള്ളവർ പറയുന്ന അവിടെയുള്ളത് മെയ്തേകളെല്ലാം ഹിന്ദുക്കളാണെന്നാണ് അല്ലേ. അത് ഒന്ന് ഫോൾസ് ക്ലെയിമാണ്, നമ്പർ 1. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ അവർക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ പോകുന്നു എന്നുള്ളൊരു ഫിയർ. അപ്പോൾ അതിനെ കർബ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്, മനസ്സിലായോ? അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ ഇവരെ മാത്രം ചെയ്തു അപ്പോൾ മറ്റവർക്ക് പ്രശ്നമില്ല, അങ്ങനെയല്ല. അതിൽ ഇത് വളരെ അതാ പറഞ്ഞേ, ഒരു ക്ലിയർ ഒരു റിസർച്ച് ഇതിനെക്കുറിച്ചൊക്കെ വളരെ അല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 1-2 രാത്രിയിൽ അപ്പോൾ ഓരോ സ്ഥലത്ത് ആരെ എവിടെ പോയി ആക്രമിക്കുന്നൊക്കെ ക്ലിയറാണ് അല്ലേ, അല്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ക്ലിയർ മെറ്റിക്കുലസ് പ്ലാനിങ്, നമ്മൾ പറയുന്ന സർജിക്കൽ ഓപ്പറേഷനാണ് അവിടെ നടന്നത്. നിയമസഭയിൽ 40 സീറ്റിന് വേണ്ടി ഒരു പുലിവാല് പിടിക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് ഇത് പറഞ്ഞേ, അതിൽ അജണ്ടയാണ് പറഞ്ഞേ. ഇപ്പം നമ്മൾ ഗുജറാത്ത്, അപ്പോൾ ഇത് കാണേണ്ടത് ലാർജർ രാജ്യത്തിൽ നടക്കുന്ന ഈ ഉപജാപങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ 1990-ലൊക്കെ നിങ്ങൾ ഡാൻസ് ഒക്കെ ഓർക്കുന്നുണ്ടാവും, ക്രിസ്മസ് ക്രിസ്ത്യൻ പള്ളികളൊക്കെ കത്തിച്ചു. അപ്പോൾ അത് ഹിന്ദുത്വ സിമിത്തേരികളിൽ നിന്ന് ഡെഡ് ബോഡി ഊരി പുറത്തിട്ടുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ഡെഡ് ബോഡിയൊക്കെ. പിന്നെ മുന്നോട്ട് നിങ്ങൾ ആ സ്റ്റേജിലായിരിക്കും യു ആർ ടു യങ്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഗുജറാത്തിലെ ക്രിസ്ത്യൻ സെമിട്രികളിൽ നിന്ന് ഡെഡ് ബോഡി എടുത്ത് പുറത്തെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഗുജറാത്ത് ഈസ് ദ ഹിന്ദുത്വ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഗുജറാത്ത് ഹിന്ദുത്വ കോളനിയായിട്ട് മാറി, ലബോറട്ടറി അല്ല. ദാറ്റ് പാർട്ട് ഈസ് കംപ്ലീറ്റ്. കണ്ടമാലിൽ അവർ വലിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. കണ്ടമാൽ ഹാസ് നത്തിങ് ടു ഡു വിത്ത് കണ്ടമാൽ സോണിയാഗാന്ധിയെ കൊണ്ട് ഒറീസ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യിപ്പിക്കാൻ ചെയ്ത നാഷണൽ വളരെയൊക്കെ ക്ലിയറായിട്ട് ഇന്ന് വരെ ആരും എനിക്കെതിരെ, ഞാനീ പറഞ്ഞതിനെതിരെ ഒരാളും ഡിബേറ്റ് ചെയ്യാൻ പോലും. ഇപ്പോൾ ഒരിക്കലും നമ്മുടെ കൈരളി വലിയ ഡിബേറ്റ് വെച്ച് ഒരാളും വരില്ല. കാരണം ഇതിൽ ഡിബേറ്റ് ഇല്ല ഇനി. കാരണം ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡിഫെൻഡ് ഇറ്റ്, സോ ദർ ഇസ് നോ ഡിബേറ്റ്. അപ്പോൾ കണ്ടമാലെ ഒരു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ദാറ്റ് ഫെയിൽഡ് മിസറബിളി. അപ്പോൾ ഒരു അമേരിക്കക്കാരെ പോലും വിഡ്ഢിയാക്കി, പാർക്കർമാരെയൊക്കെ ഇറക്കി. തമാശയാണ്, ലോഫിംഗ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ കണ്ടമാലിനെ കുറിച്ച് ഒരു വാക്കൊരക്ഷരം പറയാത്തത്. കാരണം അവർക്ക് ദേ കനോട്ട്, ദേ ബിൻ കോട്ട് റെഡ് ഹാൻഡ്, പാൻസ് ഡൗൺ. ഈ നോർത്ത് ഈസ്റ്റിലെ ഇതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, ഇവിടെ ഈ മെയ്തേയ്സിനെ ഉപയോഗിച്ച്
മണിപ്പൂരിനെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു സ്ട്രോങ് ഹോൾഡാക്കി എടുക്കാമെന്നുള്ള ഒരു മിസ്കാൽക്കുലേഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ഇപ്പോൾ ഇന്നലെ തുടങ്ങി. ഇന്നലെ ആറാംബായി തെങ്കോളിനെ വളർത്തിയിട്ടുള്ളത് ദ കിങ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ റോളുകളുണ്ട്. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ 4 വർഷമായിട്ട് ഈ ചീഫ് മിനിസ്റ്ററുടെ ട്വീറ്റുകൾ എൻ്റെ കയ്യിൽ ഒരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചീഫ് മിനിസ്റ്റർ, ഞാൻ പറയുന്നത് വെൻ യു ആർ എ official, elected official, you are not of one community or of anyone, you are the chief minister of the state, അല്ലേ? അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്സ് കുക്കീസ് ആർ ഡേഞ്ചറസ് ആ രീതിയിലൊക്കെ ഉള്ള ഒരു BJPയുടെ ആദ്യഘട്ട ഭരണത്തിൽ ഈ 2016 ആ ഒരു സമയത്ത് ഈ ട്രൈബൽ ഏരിയയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ആ കുക്കീസ് അതൊക്കെ ഒരു തരം പ്രൊപ്പഗാൻഡയാണ്. ഞാനതിൻ്റെ ഇങ്ങനെ മെറ്റിക്കുലസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് ലോട്ട് ഓഫ് പ്രൊപ്പഗാൻഡ ഈ ഇതിലൊക്കെ ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡ എന്തുമാത്രം റിയലാണെന്ന് ചോദിച്ചാൽ, പക്ഷേ ഒരു ഫാക്റ്റ് യൂണിവേഴ്സലി പറയുന്നത് എന്താണ്, 90% ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഫണ്ട്സ് ഗോസ് ഇൻ ഇംഫാൽ വാലി ഓൺലി. ഈ ഹിൽ സ്റ്റേഷൻസിൽ വാട്ടർ സപ്ലൈ ഇല്ല. ഇപ്പോൾ വൺ ഗൈ ടോൾഡ് മീ മൈ മദർ ഡൈഡ് ബിക്കോസ് ഷീ ഹാഡ് ടു ബി ക്യാരിഡ്. നമ്മൾ ഇതില്ലേ എന്താ പറയുക, ഈ പണ്ട് ഈ വടിയിൽ കെട്ടിയിട്ട് ആളെന്നെ കിലോമീറ്ററുകൾ നടന്നാലാണ് ഈ ഹിൽ ഏരിയ എന്നൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എടുത്തുപിടിക്കാണ്ട് അമ്മ മരിച്ചു. കാരണം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആർ മിനിമൽ. പക്ഷേ ഇവർ എത്തിനിക് ട്രൈബൽസ് ദേ ആർ ഹാർഡ്. പിന്നെ അവരുടെ ഒരു ട്രഡീഷൻ ഉണ്ട്. 2 രീതിയിൽ കാണാം. ഇപ്പം ഞാനൊരു കുക്കി ചോദിച്ചു, അപ്പോൾ പറയുന്നത് ഈ വില്ലേജ് ഈസ് ഓൺഡ് ബൈ ദ കുക്കി ഹെഡ്, വില്ലേജേഴ്സിന് നോ റൈറ്റ്. ഇപ്പോൾ കുക്കി കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇഷ്യൂസാണ്. അപ്പോൾ അവരങ്ങനത്തെ ഒരു ട്രഡീഷണൽ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വില്ലേജ് ഹെഡാണ് കംപ്ലീറ്റ്, ലാൻഡ് ബിലോങ്സ് ടു ദ വില്ലേജ് ഹെഡ്. വില്ലേജ് ഹെഡിനെ ധിക്കരിച്ച് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി മുഴുവൻ വില്ലേജ് ഹെഡിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദർ ആർ മെനി വീക്ക്നെസ്സസ്. ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ വില്ലേജ് ഹെഡ്സ് എതിർത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവരൊക്കെ എതിർത്തിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോട്ടോ എടുക്കുന്ന കാണുമ്പോഴേക്കും എൻ്റെ ക്യാമറ അതുപോലെ ഇവർ ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ദിസ് പീപ്പിൾ. ചില ഈ ട്രൈബൽ ഏരിയസിൽ മറ്റൊരു ആരോപണമാണ് ഈ കുക്കിക്കെതിരെയുള്ള, കുക്കി വിഭാഗത്തിനെതിരെയുള്ള ഈ ലഹരി മാഫിയയുടെ ഒരു സ്വാധീനം, പ്രത്യേകിച്ച് പോപ്പി കൃഷിയൊക്കെ. അല്ല, ഞാനിപ്പോൾ ഇതിങ്ങനെ എക്സ്പെർട്ടായിട്ടൊന്നും എനിക്കിത് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലഹരി മാഫിയയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. കാരണം ഈസി ആയിട്ട് പൈസ കിട്ടുന്നിടത്ത് രാഷ്ട്രീയക്കാരൊക്കെ തലയിടുന്നു. റിപ്പോർട്ടുകൾ പറയുന്നു ചില മെയ്ത്തി ആൾക്കാർക്കും ഇതിൽ കണക്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഇൻഡസ്ട്രിയൽ വർക്കാണ്. അല്ലാതെ ഇപ്പോൾ അത് ഈ കുന്നിന് മീതെ ആരൊക്കെയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു അലിഗേഷൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തരം ഒരു കമ്മ്യൂണൽ ടേണായിപ്പോൾ. കമ്മ്യൂണൽ ടേൺ എന്താണ്, ഇതെല്ലാം കുക്കികളാണ് ചെയ്യുന്നത്, ഇതെല്ലാം ബ്രാൻഡഡാണ്. അപ്പോൾ ഈ ബ്രാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് മുഴുവൻ അങ്ങോട്ട് അതേപടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ പഠിക്കാത്ത വിഷയത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറയുമില്ലേ, എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം, അവിടുത്തെ ഇപ്പോൾ മീഡിയ ഒക്കെ സ്ക്രീൻ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു വെർഷനും കൂടി വരുന്നുണ്ട്. എന്താണ്, ഈ പലർക്കും ഇതിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഈസി മണിയാണ്. ഇപ്പോൾ ഹിൽ സ്റ്റേഷൻ ഇൻഅക്സസിബിളാണ്, മനുഷ്യർക്ക് പോയി താമസിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ പോപ്പി കൃഷിയൊക്കെ ചെയ്യാം, നടത്താം. അപ്പോൾ അതെല്ലാം എസെൻഷ്യലി എല്ലാ പോപ്പി കൃഷിയും ചെയ്തത് കുക്കികളാണ് എന്ന് പറയാൻ പറ്റുമോ? ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. അതിൻ്റെ പിന്നിൽ ആരാണ്? ചിലപ്പോൾ ഏജൻസ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഡെലിക്കേറ്റ് ദർ ആർ ഇഷ്യൂസ്. പക്ഷെ ഇതും ഈ വയലൻസും തമ്മിൽ ഹൗ ഡു യു റിലേറ്റ് എന്ന് വെച്ചാൽ വലിയ സംഘർഷത്തിന് ഒരു ആദ്യ നാളുകളിൽ ഇപ്പം മെയ് 3-ാം തീയതി സംഘർഷം തുടങ്ങി. അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒട്ടനവധി ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു പാസ്റ്റർ, ഈ ദേവാനന്ദ് എന്ന് പറഞ്ഞ പാസ്റ്റർ വളരെ ഒരു സ്പാർക്ക്, കമ്മ്യൂണലി ഒരു സ്പാർക്ക് ഇഗ്നേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം യൂട്യൂബുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഉടലെടുത്ത ഒരു പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്തായിരിക്കുമോ ഈ ആദ്യ ദിനങ്ങളിലൊക്കെ ഈ ദേവാലയങ്ങൾ? അല്ലല്ല, കാരണം അത് കഴിഞ്ഞ് ഈ പാസ്റ്ററെ ഡെഡ് ബോഡി വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോലാഹലം ഉണ്ടായി അവിടെ. അതിനെ കൂടി പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഈ പാസ്റ്റർ അപ്പോളജൈസ് ചെയ്തു, അൺകണ്ടീഷണൽ അപ്പോളജി. അപ്പം പിന്നെ അതിൻ്റെ സ്റ്റീം പോയി. അപ്പോൾ പിന്നെ എങ്ങനെ പള്ളി ആക്രമിക്കണം എന്നുള്ളതിന്റെ അർത്ഥമില്ല. പാസ്റ്റർമാരോടൊരു വിദ്വേഷം ഉണ്ട്. അല്ല, അതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല. പാസ്റ്റർമാരോടെന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഹി ഹാസ് പ്രൊഫൗണ്ട്ലി അപ്പോളജൈസ്ഡ് ആൻഡ് ഹി ഹാസ് ഡിസപ്പിയർഡ്. ഹി കനോട്ട് കം ബാക്ക് അഗൈൻ. കാരണം അതൊരു നമ്മൾ എപ്പോഴും വേണ്ടത് എന്താണെന്നറിയോ, യുവർ ഫ്രീഡം എൻഡ്സ് വേർ അതേഴ്സ് നോസ് ബിഗിൻസ്.
അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് ബേസിക് എറ്റിക്വറ്റാണ്. ഇപ്പം നമ്മൾ ഹിന്ദുത്വ എലമെൻറ്റ്സ് ആയാലും ഈ ചിലപ്പോഴൊക്കെ ഈ ക്രാക്കായിട്ടുള്ള പാസ്റ്റേഴ്സൊക്കെ ചെയ്യുന്നതൊക്കെ ഇത് സെയിം എലമെൻ്റാണ്. ദാറ്റ് അവർ ഗോഡ് ഈസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തില്ലേ, എന്താണ് അതും നോൺസെൻസാണ് അല്ലേ? പ്രധാനമന്ത്രി കർണാടകയിൽ പോയിട്ട് പറയാണ് എന്താണ്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്, ഇതെല്ലാം പ്രൊവോക്കേറ്റീവാണ്. അപ്പം ഞാൻ പറയുന്നത് ആര് ചെയ്താലും, പ്രധാനമന്ത്രി ചെയ്താലും പാസ്റ്റർ ചെയ്താലും കുക്കി ചെയ്താലും സംഘപരിവാർ ചെയ്താലും എല്ലാം ബറാബറാണ്. ഞാനത് ചോദിക്കാൻ കാരണം പ്രത്യേകിച്ച് ഈ പ്രൊവക്കേഷൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ പാസ്റ്റർമാരെ കുറിച്ച് ഒരു വിദ്വേഷം ഈ പാരമ്പര്യങ്ങൾ പോലുള്ള സംഘടന മനസ്സിൽ ഓൾറെഡി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൊവക്കേഷന്റെ ഭാഗമായിട്ട് ആദ്യ ദിനങ്ങളിൽ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. പക്ഷെ പിന്നീട് ഈ ദേവാലയം ഇത്തരത്തിൽ ചോദ്യം മനസ്സിലായില്ല. ആദ്യ ദിവസങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അതല്ല, അത് വളരെ ക്ലിയർ സ്ട്രാറ്റജിയാണ്. ഞാൻ പറഞ്ഞില്ലേ 247 പള്ളികൾ 2 രാത്രിയിൽ തകർക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രിപ്പറേഷൻ, ലോജിസ്റ്റിക് പ്രിപ്പറേഷൻ വേണ്ടേ? നിങ്ങൾ ഏത് ഗ്രൂപ്പ് എവിടെ പോയി ഏതിനെ ആക്രമിക്കുന്നു? അല്ലെങ്കിൽ പോയിട്ട് അവർ പള്ളികൾ മുഴുവൻ തകർക്കാൻ പറഞ്ഞാൽ നാഗാ പള്ളികൾ തകർത്തിട്ടില്ല. നമ്മുടെ കാത്തലിക് പള്ളികൾ ഇങ്ങനെ ഇത് ഇപ്പോൾ അവിടുത്തെ മെയിൻ ഇത് ചെയ്തു, പക്ഷേ ചില പള്ളികളൊന്നും തൊട്ടിട്ടില്ല. അപ്പോൾ അതിന് വളരെ സ്റ്റഡീഡായിട്ടുള്ള, അത് ഞാൻ പറഞ്ഞു, സർജിക്കൽ പ്രിപ്പറേഷൻ ഉണ്ട്. അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പാസ്റ്റേഴ്സിനോടുള്ള വിദ്വേഷം കൊണ്ടാണോ മൈത്രി ചർച്ചസ്? നോ, സെർട്ടൺലി നോട്ട്. കാരണം അത് ഇറ്റ് ഹാസ് ഡൈ ഡൗൺ. അത് ഇഷ്യൂ ഇസ് എ ഡെഡ് ഇഷ്യൂ. കാരണം ഈ പാസ്റ്ററിനെ എല്ലാവരും ഡിസോൺ ചെയ്തു, ക്രിസ്ത്യൻസ് എവരിബഡി ഡിസോൺ, ദിസ് ഇസ് നോൺ സെൻസ്. ഈ മനുഷ്യൻ അപ്പോളജൈസ് ചെയ്തു, പ്രൊഫണ്ട് അപ്പോളജി എന്നും പറഞ്ഞ് ജസ്റ്റ് ഡിസപ്പിയർഡ്. ദെൻ വാട്ട് ഈസ് ലെഫ്റ്റ്? അപ്പോൾ അത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ പ്രശ്നം ഇതാണ്, അത് എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. എത്ര മഹാനായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അന്നത്തെ കർണാടകയിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞത് ഷോക്കറിനോ സബ്ക സാത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രധാനമന്ത്രി പറയുന്ന ഭാഷയാണത്. അപ്പോൾ ഈ സബ്ക സാത്ത് എന്നൊക്കെ പറയുന്നത് പപ്പടം പോലെ പൊട്ടിക്കിടക്കുകയാണ്. അത് തന്നെയാണ് മണിപ്പൂരിൽ സംഭവം. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം തകർന്ന് കിടക്കുകയാണ്. എനിക്കതിൻ്റെ പത്തറ്റിക് ഫേസ്. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ സെൻസിറ്റിവിറ്റി കാരണം പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു പെട്രോൾ പമ്പിൻ്റെ മുന്നിലേ നോ പെട്രോൾ എന്ന് പറഞ്ഞ് ഒരു റിബൺ പോലെ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് 3-4 പേര് പെട്രോൾ വിൽക്കുകയാണ് 3 ഇരട്ടി വിലയ്ക്ക്. പെട്രോൾ അവൈലബിൾ അല്ല, അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റേഴ്സിന് ഫ്രീ ആയിട്ട് വിറ്റോളാൻ ആരും അബ്സല്യൂട്ട് ലോ ആൻഡ് ഓർഡർ ഫെയിലിയർ. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം എവിടെ പോയി? ഈ മണിപ്പൂരിൽ ആരാണ് കൊല്ലുന്നത്? അവിടെയാണ് വലിയ പ്രശ്നം. നമുക്ക് ഈ രാജ്യത്തിനുള്ളവർക്ക് വേണ്ടത് പ്രശ്നം. ഇപ്പോൾ ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പ് അവിടെയുണ്ട്, എത്നിക് ഇഷ്യൂസ് ഉണ്ട്. അതിനൊക്കെ കർബ് ചെയ്ത് ലോ ആൻഡ് ഓർഡർ റെസ്റ്റോർ ചെയ്യേണ്ടതാണ് ഗവൺമെൻറ്, ഇലക്ടഡ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി അല്ലേ? ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മിണ്ടാതിരുന്ന് വായടച്ചും മിണ്ടാതിരുന്നാൽ മതിയാണ്. ദാറ്റ് ഈസ് എ ബിഗർ ഇഷ്യൂ. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ ഇപ്പോൾ എന്താണ്? ഇന്ത്യയെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ ഔട്ട്സൈഡ് വേൾഡ്. ഇതൊക്കെ പറഞ്ഞു മണിപ്പൂർ സ്റ്റിൽ ബേണിങ്. ഞാനിപ്പോൾ ഇന്ന് BBC-യുടെ ലേറ്റസ്റ്റ് ഡോക്യുമെൻ്ററി കാണുകയാണ്. അപ്പോൾ ദിസ് ഈസ് വാട്ട് കൺസേൺസ്. നമ്മൾ അവിടെ കുക്കീസ് അത് ചെയ്തോ അല്ലെങ്കിൽ മേത്തേഴ്സ് ഇത് ചെയ്തോ എന്നുള്ളത് വേറെ കാര്യം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ്. വാട്ട് ഈസ് ദ ഗവൺമെൻറ് ഡൂയിങ്? ആ ചീഫ് മിനിസ്റ്റർ ഒരു അക്ഷരം വായ തുറക്കാതെ, ഇപ്പോൾ പ്രധാനമന്ത്രി പോലെ അവസാനം 50-ാം ദിവസമാണ് പറഞ്ഞ് നിങ്ങൾ ആയുധം റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഐ വിൽ ടേക്ക് ആക്ഷൻ 50 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ചീഫ് ദർ ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി. ഒരു രാജ്യം ഇങ്ങനെ അരാജകത്വം വാഴുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ പറഞ്ഞാൽ അറസ്റ്റ് അവിടെ നടന്നിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി ഇതൊരു ഇൻജസ്റ്റിസിന് വഴി തെളിയിക്കുകയാണ്. ഇപ്പോൾ മെയ്തേഴ്സ് കൊല്ലപ്പെട്ട എണ്ണം കിട്ടും, കാരണം പോലീസ് സിസ്റ്റമൊക്കെ ആയതുകൊണ്ട് അവർക്ക് എണ്ണം കിട്ടും. മണിപ്പൂർ ഗവൺമെൻറ് 5 ലക്ഷം കൊടുക്കും കൊല്ലപ്പെട്ടവർക്ക്. ഹോം മിനിസ്റ്റർ അമിത്ഷാ 10 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 ലക്ഷമാണ്. എത്ര കുക്കികൾ കൊല്ലപ്പെട്ടു എന്ന് യാതൊരു കണക്കില്ല. ഞാൻ കൃത്യം പറയാൻ കാരണം, മെയ് 10-ന് മണിപ്പൂർ ഗവൺമെൻറ് 51 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ ഷില്ലോങ് ടൈംസിൽ മിനിമം 160 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് കുഡ് ബി മോർ, അതിലും കൂടുതലായിരിക്കാം. ഇപ്പോൾ എത്ര പേര് ഒഫീഷ്യലി 115 ആയിട്ടുള്ളൂ. 115 ഒന്നല്ല, ചിലപ്പോൾ 300-ഉം അതിനപ്പുറമൊക്കെ പോയി കഴിഞ്ഞു. പക്ഷേ ഈ കുക്കികളുടെ ഡെഡ് ബോഡി പോലും ഫാമിലീസിന് പോലും അറിയില്ല. അവർ പലരും ഗുവാഹട്ടിയിലും മിസോറാമിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഇംഫാൽ വാലിയിൽ നിന്ന് ഒരൊറ്റ കുക്കി അവിടെ ഇല്ല. ഇവർക്കൊക്കെ കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഈ ഫെയിലിയർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, നമ്മുടെ ഡെമോക്രസി, അതാ ഡയമെൻഷനെ ചിന്തിക്കണം നമ്മൾ. ഈ വർഗീയ ഇഷ്യൂസ് അവിടെ കിടപ്പുണ്ട്, എത്നിക് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ദ ഫെയിലിയർ ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യൻ ഗവൺമെൻറ്, ദാറ്റ് ഷുഡ് വറി അസ്. കാരണം അത് റെസ്റ്റോർ ചെയ്യാതെ, ലോ ആൻഡ് ഓർഡർ റെസ്റ്റോർ ചെയ്യാതെ ഇപ്പോഴും ഒരു ഇൻഡിസിഷനിലാണ് പോകുന്നത്. വൈ? ഇപ്പോൾ
ഈ ബിരൻ ഗവൺമെൻറ്റിലെ ആദിവാസി അഡ്വൈസറായ BJP MLA വോങ്സാഗിൻ വാൾട്ടെ എന്ന് പറയുന്ന മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? മെയ് 4-ാം തീയതി ഇത് അക്രമം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ദിവസമാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഒരു സംഘം ആക്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ പറയുന്നത് ആക്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കൊന്നു. അദ്ദേഹത്തിന് കഴുത്തിലും ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലാണ്. എന്നിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയാണ്, ഒരു BJP നേതാവും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല. അപ്പോൾ ഈ കുക്കികൾ BJP ആയിക്കഴിഞ്ഞാൽ എന്ത് BJP ആണെന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ തരം ഓപ്പർച്യൂണിസ്റ്റാണ്, പക്ക ഓപ്പർച്യൂണിസ്റ്റാണ്. പിന്നെ അതൊരു വശം, അവരുടെ BJPയുടെ ലോയൽറ്റി ടു ദ ഈ കുക്കി MLAs അത് പോട്ടെ. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു MLA അദ്ദേഹത്തിൻ്റെ അഡ്വൈസറെ ഒരു ഗ്രൂപ്പ്, ഒരു മോബ്, അക്രമി സംഘം ആക്രമിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ ആ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ഒഫീഷ്യൽസായ 2 പേരെ കണ്ടു. 2 പേരെ. അപ്പോൾ അവരുടെ വീടുകൾ അടുത്താണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനടുത്താണ്. അവിടെ ആർമി ക്യാമ്പുണ്ട്. ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവർക്ക് ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഓടി ആർമി ക്യാമ്പിൽ, ഏത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്ന ആർമി ക്യാമ്പിലേക്ക് അവർ ഓടിച്ചെന്നപ്പോൾ അവർ ക്യാപ്റ്റൻ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ ഇല്ല, അതുകൊണ്ട് നിങ്ങളെ കയറ്റാൻ പറ്റില്ല. പക്ഷെ അവർ കുക്കി സ്റ്റൈൽ അവരങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല. അവരെന്ത് ചെയ്തു? ഫെൻസ് പൊളിച്ച് ഉള്ളിൽ കയറി, ക്യാമ്പിൽ കയറി. എന്നിട്ട് അദ്ദേഹം തന്നെ തൻ്റെ വീട് കത്തുന്ന വീഡിയോ എടുത്തിട്ട് എൻ്റെ കയ്യിലും ആ വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ ആൾ പറയാണ്, ഇപ്പോൾ എല്ലാം പോയി, ഒന്നുമില്ല, നത്തിങ്, ഇനി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നു. ഒരു പ്രതീക്ഷയില്ല. ഒരു സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ അവനെന്ത് കുറ്റം ചെയ്തേക്കണേ? ഞാൻ എൻ്റെ കുട്ടികളെ ഇപ്പോൾ ഗുവാഹട്ടിയിലാണ്, ഇപ്പോൾ എവിടെയെങ്കിലും ചേർത്തി ജീവിക്കാം. പക്ഷേ വാട്ട് അബൌട്ട് അവർ ഫ്യൂച്ചർ? ഞങ്ങളുടെ ഭാവി എന്താണ്? ഞാൻ എവിടേക്കാണ് ജോലിക്ക് പോകുന്നത്? ഗവൺമെൻറ് സീനിയർ ഒഫീഷ്യൽസ്, ഞാൻ പറഞ്ഞ സാധാരണക്കാരൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അവർ പോലും പിന്നെ ഭാഗ്യത്തിനെ അവർക്ക് രക്ഷപ്പെട്ടത് ആർമി ക്യാമ്പിലായതുകൊണ്ട് ആർമി അവരെ മൂവ് ചെയ്ത് സേഫായിട്ട് ഈ ഗംഗോപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് അവർ ട്രക്കിൽ വേറെ വണ്ടിയിൽ കയറി ദീമാപൂർ ചെന്നു. അപ്പോൾ നാഗാലാൻഡിലായി. അവിടെ നിന്ന് നാഗാലാൻഡിൽ നിന്ന് അവർ തിരിച്ച് ഗുവാഹട്ടിയിൽ വന്നു. അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് റെഫ്യൂജികളായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ മണിപ്പൂരിലെ ഭീകരതയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രശ്നം സിസ്റ്റം ഫെയിലിയർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഒരു MLA ആക്രമിച്ചിട്ട് പോലും യാതൊരു പ്രതികരണവും ഇല്ല. അപ്പോൾ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഫെയിലിയർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യൻ പട്ടാളത്തെയും സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ നോക്കുകുത്തിയാക്കി മാറ്റിയത് അവരെ കൈകൾ കിട്ടിയിരിക്കുന്നത് ആരാണ്? അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഈ മണിപ്പൂരിൻ്റെ നമ്മൾ ഈ കലാപവും അരാജകത്വമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓർക്കേണ്ടത് അതാണ്. ഈ സെക്യൂരിറ്റി ഫോഴ്സസിനെ ഇത്രയും നാണം കെട്ട പൊസിഷനിൽ പാവ പോലെ അവിടെ നിർത്തിയിരിക്കുന്നത് ആരാണ് അതിൻ്റെ പിന്നിൽ? അത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ടുള്ള നമുക്കൊരു ലേൺ ഫ്രം ദ പാസ്റ്റ്, ഈ നടന്നതിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയെ പഠിക്കേണ്ട ആദ്യത്തെ ലെസൺ, എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ അടിയന്തരമായ തീരുമാനങ്ങളെടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാഞ്ഞത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഈ 2002 ഗുജറാത്ത് കലാപം നമുക്കറിയാം. അതിനുശേഷം ഒരു ഗുജറാത്ത് പ്രൈഡ് അല്ലെങ്കിൽ ഗുജറാത്തിന് ഗുജറാത്തി അസ്മിത നരേന്ദ്രമോദി ഉയർന്നു വന്നു. അപ്പം ഈ ഇപ്പുറത്ത് 2023 മണിപ്പൂർ കലാപം. അപ്പം അതിനുശേഷം ഒരു മണിപ്പൂർ പ്രൈഡ് അല്ലെങ്കിൽ മണിപ്പൂരിന് മുഖമായിട്ട് ഉയർന്നു വരാനുള്ള ഒരു ശ്രമമായിരുന്നു മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. ആ മെയ്തേയ്സിൻ്റെ ഒരു വക്താവായിട്ട് ആൾ മാറിക്കഴിഞ്ഞു. ആളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അതാ പറഞ്ഞേ, അത് ഇപ്പോഴല്ല, വർഷങ്ങളായിട്ടുള്ള ആളുടെ ട്വീറ്റ്സൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾ ഇവരെ ലീഡറായിട്ട്. അപ്പോൾ ഈ മെയ്തേയ് പിനുങ് എന്ന് പറയുന്നതിൻ്റെ പ്രസിഡൻറ്റ് ആൾ കഴിഞ്ഞ ആഴ്ചയിൽ, എനിക്കൊന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ്, ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, ചീഫ് മിനിസ്റ്റർ ഇസ് മൈ ഹാർട്ട്. മുഖ്യമന്ത്രിയാണ് എൻ്റെ ചങ്ക്. ഒരു അവിടെ എന്താ പറയുക, അക്രമം അഴിച്ചുവിട്ട് അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു സംഘടനയുടെ നേതാവ് പറയാണ് മുഖ്യമന്ത്രിയാണ് എൻ്റെ ചങ്കെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ ബിരേൻ സിംഗിന്റെ കാര്യം പറയുമ്പോൾ, ഈ മുൻ കോൺഗ്രസ്കാരനാണ് ബിരേൻ സിംഗ്. 2007 കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു, കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാണ്. ആ ഒരു വ്യക്തി ഇത്രത്തോളം ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് അല്ലെങ്കിൽ ഒരു വർഗീയമായി ഇത്രത്തോളം ചിന്തിക്കാനിടയായ ഒരു സാഹചര്യം എന്താണ്? അല്ല, അതിന് സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല.
സൈക്കോളജിയിൽ പറയുന്ന 3 കാര്യമുണ്ട്: സെക്സ്, മണി ആൻഡ് പവർ. ഇതാണ് ഫ്രോയിഡിൻ്റെ ഒക്കെ തിയറി. ഏറ്റവും വലിയ അട്രാക്ഷൻസ്. ചില വൺസ് യു സെൻസ് ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് പവർ, ഐ ക്യാൻ ബിക്കം എ ഹീറോ, ഈ മെയ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്താൽ ഐ ക്യാൻ ബി സംതിങ് എന്ന് ഈഗോ വന്നു കഴിഞ്ഞാൽ ദെൻ പീപ്പിൾ ചേഞ്ച്. അത് നേരത്തെ സൂചിപ്പിച്ചു ബിരേൻ സിംഗിന്റെ ഒരു കളക്ഷൻ ഓഫ് ട്വീറ്റ്സ്, പ്രത്യേകിച്ച് മെയ്ത്തെ വികാരം ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നേരത്തെ അങ്ങ് പറഞ്ഞു ഈ കുക്കീസ് BJP-യുടെ ഒപ്പം തന്നെയാണ്. അപ്പൊ ഈ ബിരേൻ സിംഗിന്റെ ഈ ട്വീറ്റുകൾ അല്ലെങ്കിൽ ബിരേൻ സിംഗിന്റെ ഒരു പോക്ക് ഇവര് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർ BJP-നെ സപ്പോർട്ട് ചെയ്ത്? അതാ പറഞ്ഞ ദർ വാസ് എ ഡീൽ, ദർ വാസ് എ ഡീൽ സെർട്ടൻലി. ബിക്കോസ് സി, അതാണ് ഞാൻ പറഞ്ഞ ഈ 3 തിങ്സ്: മണി, സെക്സ് ആൻഡ് പവർ. ഈ മണിപ്പൂരിലെ ജനാധിപത്യത്തിൻ്റെ ഷേപ്പ് മാറ്റിയിട്ടുള്ളതാണ്, മനസ്സിലായോ? അത് വെരി ഫ്രജൈലാക്കി കളഞ്ഞു മണി. ഇപ്പോൾ 2 തവണ ചീഫ് മിനിസ്റ്റർ EOB സിംഗ് പറയാണ് മണിപ്പൂർ ഇസ് ഇറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഈസ് മണിപ്പൂർ എ പാർട്ട് ഓഫ് ഇന്ത്യ? ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഞാൻ പറയാണ്, ഇപ്പോൾ സെഡിഷൻ എന്നല്ല, കോമൺ ആയിട്ട് പറയുന്നൊരു കേസാണ്. എന്താണ്? നോർത്ത് ഈസ്റ്റിലുള്ളവർ പറയാം ഐ ആം ഗോയിങ് ടു ഇന്ത്യ, ഐ ആം ഗോയിങ് ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് മെയിൻലാൻഡിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു തരം സെപ്പറേഷൻ ഇപ്പോൾ അത് കൂടുതൽ കൂട്ടി ഇല്ലേ? ഇപ്പോൾ ഈ ട്രൈബൽസ് ഇപ്പോൾ വലിയ BJP-യുടെ ഇഷ്യൂ, വലിയ ടെൻഷൻ എന്താണ്? മണിപ്പൂരിനേക്കാൾ കൂടുതൽ പ്രശ്നം നാഗാലാൻഡിലെ ട്രൈബൽസ് എങ്ങനെ പ്രതികരിക്കും. മിസോറാമിലെ BJP വളരെ ബ്ലണ്ടായിട്ട് പറയാണ് മണിപ്പൂർ BJP ഇസ് റോങ്. കാരണം മിസോറാം ഈസ് 100% ലൈക്ക് 96% ക്രിസ്ത്യൻ. അപ്പോൾ അവിടുത്തെ BJP നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ്. 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ക്ലിപ്പിംഗ് കാണുമ്പോൾ രസമാണ്. എന്താ കാരണം? അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ. കാരണം അവിടുത്തെ കോണ്ടെക്സ്റ്റിലേ റിലീജിയസ് കോണ്ടാക്ട്, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ BJP എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലുള്ളവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയൊരു വിഷയമാണ്. ഈ ക്രിസ്ത്യാനിറ്റിയും BJP-യും തമ്മിൽ ഒരു മുതലയായിട്ട് ചേർന്ന് പോകുമോ എന്നുള്ള, അതിനപ്പുറം നടക്കുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഹിന്ദു രാഷ്ട്രം അത് തന്നെയാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇതുവരെ ട്രൈബൽസ് ആലോചിച്ചത് എന്താണ്? നോർത്ത് ഈസ്റ്റിലെ ഫെസിലിറ്റീസ് ആർ മിനിമൽ, സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ലോട്ട് ഓഫ് മണി. അപ്പോൾ ട്രൈബൽ ഫണ്ട്സ്, ഇതാ ട്രൈബൽ ഏരിയാസ്, ദേ പമ്പിങ് ഇൻ മണി, ഓൾ സെൻട്രൽ ഗവൺമെൻറ്റ്സ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നവർക്കൊക്കെ വലിയ ഗുണമാണ് റൂളിംഗ് പാർട്ടി. നാച്ചുറലി ദാറ്റ് ഹാസ് ബീൻ ആൻ അട്രാക്ഷൻ ഫോർ ദി നോർത്ത് ഈസ്റ്റിലെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു അലൈവ് വിത്ത് BJP. ഹ്യൂജ് അട്രാക്ഷൻ. പിന്നെ അവിടുത്തെ കറപ്ഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ യു വോണ്ട് ബിലീവ്. 40% അല്ല 10% ആയിരിക്കും ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് സോ ഡീപ്പ് റൂട്ടഡ്. ഒരു കോൺട്രാക്ട് എടുത്താൽ ജീവിതകാലത്തെ റിച്ച് മില്യനെയറായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കോണ്ടെക്സ്റ്റിൽ ഇവർ പ്രതീക്ഷിച്ചത് എന്താണ്? BJP വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ, പിന്നെ പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത് സബ്കാ സാത്ത് ദർ വിൽ ബി നോ പ്രോബ്ലം. ഇപ്പോൾ സബ്കാ സാത്ത് എന്ന് പറഞ്ഞാൽ പപ്പടം പൊടിയായി പോലെയാണ് കിടക്കുന്നത്. സബ്കാ സാത്ത് കഴിഞ്ഞു, ഇറ്റ്സ് ഫിനിഷ്ഡ്, അതില്ല. ഇനി അൾട്ടിമേറ്റ്ലി യു ആർ എ ക്രിസ്ത്യൻ, യു ഹാവ് എ ഫെയ്ത്ത്. അതിൻ്റെ ഫൗണ്ടേഷൻസിനെ ചലഞ്ച് ചെയ്യുമ്പോൾ ദർ ഇസ് സംതിങ് റോങ്. അപ്പോൾ ദർസ് ഡൗട്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദീസ് ക്രിസ്ത്യൻ നെറ്റ്വർക്ക്സ്. ഐ മീൻ വാട്ട് യു കോൾ നാഗാലാൻഡ് മുഴുവൻ ഇസ് എൻറ്റയർലി ക്രിസ്ത്യൻ. നാഗ ഏരിയാസ്, കുക്കി ഏരിയാസ്, മിസോറാം ഏരിയാസ് എല്ലാം പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാമിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു BJP ലീഡർ പറഞ്ഞത് വാട്ട് വി ഹാവ് ഗെയിൻഡ്. ഈ 2014 മുതൽ നമ്മൾ കെട്ടിപ്പടുത്ത ഇത് 2024 നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ഒരു BJP ലീഡർ തന്നെ പറയുന്ന അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞ BJPക്ക് ഇപ്പോൾ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരു ഡിലേമയുണ്ട്. ഇനി അവർക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണ്? ആർമി അവിടെയുണ്ട്, ആർമിയെ ഡിപ്ലോയ് ചെയ്ത് കുക്കി ഏരിയയിൽ തയ്യാറാണ്. അത് പറഞ്ഞ് കുക്കിയെ ക്രഷ് ചെയ്താൽ മെയ്റ്റേഴ്സ് വിൽ ബി ഹാക്കി. പക്ഷേ BJP ഹാസ് ടു ബൈ ഹ്യൂജ് പൊളിറ്റിക്കൽ പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് BJP വിൽ നോട്ട് ടേക്ക് ദാറ്റ് അഡ്വഞ്ചർ. അപ്പോൾ ഇനി ലെറ്റസ് ഹോപ്പ് ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ശാന്തി വരുത്തി മണിപ്പൂരിൽ മനുഷ്യർക്ക് ജീവിക്കുക. പക്ഷേ മണിപ്പൂർ തിരിച്ചു പോകാൻ, എത്ര തിരിച്ചു പോകാൻ പറ്റും? ഗോഡ് അലോൺ നോസ്. എല്ലാവരും പത്രങ്ങൾ പറയുന്നു. ഷില്ലോങ് അവർക്ക് പറഞ്ഞ വാചകമുണ്ട്, മണിപ്പൂർ വിൽ നെവർ ബി ദ സെയിം അഗെയിൻ. മണിപ്പൂർ ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ല. ഇപ്പോൾ ഒരു കുക്കി ലീഡർ വിൻസൻ എന്നും പറഞ്ഞ് നാഷണൽ കുക്കി അലയൻസിൻ്റെ ജനറൽ സെക്രട്ടറി, ആൾ പറഞ്ഞ ഭാഷ എന്താണെന്നറിയോ? കുക്കികളൊക്കെ ഇംഫാൽ വാലി, ഇംഫാൽ താഴ്വര വിട്ടുപോയി, മെയ്റ്റേഴ്സൊക്കെ ഹില്ലുകൾ, മലനിരകൾ ഒഴിഞ്ഞു പോയി, സെപ്പറേഷൻ ഇസ് കംപ്ലീറ്റ്. ഭയങ്കര പാർട്ടീഷനാണ്. ഇപ്പോൾ നമ്മളുടെ സഭയുടെ തന്നെ ആശുപത്രിയിലെ ഡയറക്ടർ എന്നോട് പറയാണ്, എവിടെ നിന്നെങ്കിലും കുറച്ച് ഡോക്ടേഴ്സിന് കിട്ടണം, അതാണ് പ്രശ്നം. നഴ്സസിന് എന്താ പ്രശ്നം? കുക്കി ഏരിയയിലുള്ള ഹോസ്പിറ്റലിലെ മെയ്റ്റേയ് ഡോക്ടേഴ്സും നഴ്സസും എല്ലാം പോയി, മെയ്റ്റേയ് ഏരിയയിലുള്ള കുക്കി ഡോക്ടേഴ്സും നഴ്സസും എല്ലാം പോയി. ടോട്ടൽ പാർട്ടീഷൻ.
ഇനി അതിലും കൂടുതൽ ഒരു പയ്യനെ ഞാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പറഞ്ഞതാണ്, ഇംഫാൽ യൂണിവേഴ്സിറ്റിയിൽ. ആൾ പറയാണ്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് PhD സ്റ്റുഡൻറ്റ്, അവൻ ഡിസർട്ടേഷൻ പ്രസൻറ്റ് ചെയ്തതാണ്, ഫൈനൽ തീസിസ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഹിസ് ലോസ്റ്റ് എവറിത്തിങ്. ഒരു പെൻ ഡ്രൈവ് പോലും കയ്യിലില്ല. ദർ ഇസ് നത്തിങ്. എനിക്കിനി ഒരു ഓപ്ഷനുള്ളത് എന്താണ്? മലയിൽ പോയൊരു തോക്കെടുക്കാമെന്ന്. അല്ല, മണിപ്പൂരിൻ്റെ ആ അരാജക ഇത് എങ്ങനെ എത്തി? അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇതിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടൊന്നും സൊല്യൂഷനില്ല. ഫസ്റ്റ് സൊല്യൂഷൻ ഈസ്, നമ്മുടെ ഏത് രോഗിക്കും എന്താ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ മണിപ്പൂരിനെ റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഈ മർഡറേഴ്സ്, ലൂട്ടേഴ്സ്, അവർക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡ് അപ്ലൈ ചെയ്ത് എൻഫോഴ്സ് ദ റൂൾ ഓഫ് ലോ, ആ നിയമങ്ങൾ ഉപയോഗിച്ച്. അപ്പോൾ ജനങ്ങൾക്ക് അത് ഇങ്ങനെ പറ്റില്ല, വി മസ്റ്റ് ഒബേ ദ റൂൾ. അത് കഴിഞ്ഞാൽ മാത്രമേ പീസ്. പിന്നെ അതിനിടയ്ക്ക് ഒരു തമാശ ചെയ്തിട്ടുണ്ട്. എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ നാടകമാണ്. സെൻട്രൽ ഗവൺമെൻറ് 10 ദിവസം മുന്നേ ഒരു പീസ് കമ്മിറ്റി അനൗൺസ് ചെയ്തു. 51 പേരുള്ള പീസ് കമ്മിറ്റി. മുഖ്യമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആരുമില്ല. പിന്നെ അതിനെന്താ അർത്ഥമുള്ള? അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയല്ലേ, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പോലെ. കേന്ദ്ര ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന പീസ് കമ്മിറ്റിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ മണിപ്പൂരിൽ എക്സ്പെർട്ടായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലും ഇല്ലാതെ കുറേ പേര് കുക്കികൾ പറഞ്ഞ് ഞങ്ങൾ ഈ പീസ് കമ്മിറ്റിയായിട്ട് കോപ്പറേറ്റ്. അത് സ്റ്റിൽ ബോൺ ആണ്. കുഞ്ഞു പ്രസവിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. പീസ് കമ്മിറ്റി ഇസ് ഡെഡ്. 51 പേരെ പീസ് കമ്മിറ്റിക്ക് ഒരു അർത്ഥമില്ല. കാരണം ഈ മുഖ്യമന്ത്രി ഇതിൽ പറ്റില്ല എന്ന് മറ്റ് സിവിൽ ഗ്രൂപ്പ്സുകൾ പറയുന്നു. ഇനി ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യം കൂടി. പ്രത്യേകിച്ച് അങ്ങയുടെ റിപ്പോർട്ടിങ്ങുകളിൽ ഈ സംഘപരിവാർ വിരുദ്ധ ഒരു വികാരം അല്ലെങ്കിൽ BJP വിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട്. അതൊരു പാർഷ്യൽ റിപ്പോർട്ടിങ്ങിലേക്ക് നയിക്കുന്ന ഒരു ആരോപണം വരുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി? പാർഷ്യൽ അല്ല, ഇറ്റ് ഇസ് എ റിയാലിറ്റി. ആരെങ്കിലും വന്നിട്ട് എൻ്റെ കൂടെ വന്നിരുന്നത് പറയട്ടെ, ഇതൊന്നും ചെയ്തില്ല. ഞാൻ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, അത് പാർഷ്യൽ അല്ല, ഇറ്റ് ഈസ് എ റിയാലിറ്റി. അവിടെ വലിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു അജണ്ട, ഹിഡൻ വാട്ടിക്കോൾ സംഘപരിവാർ അജണ്ട അണ്ടർ ദ കവർ ഓഫ് ദ എത്നിക് കോൺഫ്ലിക്റ്റ്. അത് പാർഷ്യലല്ല, ഇറ്റ് ഈസ് ദ റിയാലിറ്റി. അണർത്തി ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ മീഡിയ രീതിയിൽ നിങ്ങൾക്കറിയാം, ചില സാധനങ്ങളൊന്നും ഓടില്ല. ഇപ്പോൾ ഒരു പ്രമുഖ വ്യക്തി, ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, 70% ഇന്ത്യൻ മീഡിയ കൺട്രോൾ ചെയ്യുമ്പോൾ സ്റ്റോറി. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. ഞാൻ എൻ്റെ ഹൂ കിൽഡ് ദ സ്വാമി എന്നുള്ള ബുക്ക് ബാംഗ്ലൂരിൽ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയും ഗൗരി ലങ്കേഷൊക്കെ വന്നു. പ്രധാനമന്ത്രി ലാസ്റ്റ് മിനിറ്റിൽ സെക്യൂരിറ്റി ഡോഗ്സ് വരെ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എന്ത് സംവയർ ആരെങ്കിലും എന്താ ചെയ്ത് കാണും, ആൾക്ക് ചുമയാണ്, എണീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ വന്നില്ല. പക്ഷേ ഗൗരി ലങ്കേഷ് അതുപോലുള്ളവർ അവിടുത്തെ അറ്റോർണി ജനറലൊക്കെ കൂടി ബുക്ക് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പേര് പറയുന്നില്ല, കാരണം അവരുടെ ജോലി റിസ്ക് ചെയ്യാൻ എനിക്ക് ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ റിസ്ക് ഇടാൻ പറ്റില്ല. ഒരു ടോപ്പ് ഇംഗ്ലീഷ് ഡെയിലി അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ചീഫ് റിപ്പോർട്ടർ പറഞ്ഞു ഐ വിൽ കം. എൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫറും വരും. അവർ വന്നു, അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ സ്റ്റോറി വന്നില്ല. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ രാജ്യത്ത് മനസാക്ഷിയുള്ള സത്യസന്ധരായ പത്രപ്രവർത്തകർ സ്റ്റോറി എഴുതിയാൽ പോലും അത് ടോപ്പിൽ നിന്ന് മോണിറ്റർ ചെയ്ത് ഡിലീറ്റ് ചെയ്യിക്കാൻ ശക്തമായ ഒരു സിസ്റ്റം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നാച്ചുറലി എന്താ പറയുക, ഇത് വർഗീയമാണ് അല്ലേ, ഇറ്റ്സ് അൺപ്ലസൻറ്റ്. നമുക്ക് ഈ സ്റ്റൊമക്ക് ചെയ്യാൻ പറ്റാത്ത, ഇംഗ്ലീഷിൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ദഹിക്കാൻ പറ്റാത്തത് വരുമ്പോൾ അതിനെ ഈ മുന്തിരി, സോർ മുന്തിരി എന്ന് പറയും ഇല്ലേ, ചവപ്പിക്കുന്ന മുന്തിരിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്ന പോലത്തെയാണ് ഇങ്ങനത്തെ ഒരു ആരോപണം. അർത്ഥമില്ല. ഞാൻ ആരെ വേണമെങ്കിൽ വെല്ലുവിളിക്കാം. യു കം ആൻഡ് ടെൽ മീ. ദിസ് ഈസ് ദ റിയാലിറ്റി. ദിസ് ഈസ് ദ റിയാലിറ്റി. ഈ RSS സ്റ്റേറ്റ്മെൻറ്റും ഈ 36 മണിക്കൂറിൽ 247 പള്ളികൾ തകർത്തതും ഈ ഗവൺമെൻറ്റിൽ ചെന്നിട്ട് പറയുകയാണ് ഇത് ഹിന്ദു സ്റ്റേറ്റ് ആണെന്നൊക്കെ പറയുന്നത്, അത് ഹിന്ദുത്വം അല്ല പിന്നെ എന്താണ് എന്ന് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ നല്ലത്. വളരെ നന്ദി ശ്രീ ആൻഡ്രോക്കര. ഈ വളരെ ദീർഘമായി തന്നെ മണിപ്പൂരിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി തന്നെ അങ്ങ് പങ്കുവച്ചതിന്. ഇനിയും ഇതുപോലെ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ, സത്യം പുറത്തു കൊണ്ടുവരാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു.